गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। गुरुपादुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवम् तीर्थीकरं तीर्थपथप्रदर्शकम् पिबामि नित्यं गुरुचरणतीर्थम् नित्यानुभूतिरसस्वरूपम् मधुरेण सम्बोधितसारोपदेशम् हृदि स्थमानन्दरसं ददामि पिबामि नित्यं गुरुचरणतीर्थम् रमणभक्तिं त्वयि पश्यामि नित्यं रमणोपदेशम् उपदिश्यते हि नित्यं चिदात्मभावी च मौनप्रियं त्वां पिबामि नित्यं गुरुचरणतीर्थम् करुणार्णवं च निजतत्त्वनिष्ठं सम्यक् विवेकं परिपूर्णभावम् उपनिषद्भावं प्रकटस्वभावं पिबामि नित्यं गुरुचरणतीर्थम् सौम्येन तावत्त्रयनाशकारकं प्रियेण वाक्येन प्रकाशकारकं निष्कामवात्सल्यहृदयप्रकाशकम् पिबामि नित्यं गुरुचरणतीर्थम् शान्तिः समृद्धममृतः प्रवाहम् स्यन्त्यातु परमार्थतत्त्वबोधम् आकर्षितोऽहं तव दिव्यपादैः पिबामि नित्यं गुरुचरणतीर्थम् वेदान्तसारं सुलभे प्रधानम् वेदस्य मार्गे प्रचरन्ति नित्यं तव पादपुष्पं मम मानसं हि पिबामि नित्यं गुरुचरणतीर्थम् यदा ममान्ते भवन्तं स्मरामि तदा बहिर्ननु तव कीर्तनानि यथोक्तमार्गे यतयामि गन्तुं पिबेयं हि नित्यं गुरुचरणतीर्थम् नमः। അത്യത്ഭുതമായ ഒരു വേദാന്തകൃതി ആദിശങ്കരാചാര്യരുടെ സ്വരൂപപ്രകാശത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഉപനിഷത്ത് എന്ന് തന്നെ പറയാം. ജ്ഞാനികളുടെ വായിൽ നിന്ന് എന്തു വന്നാലും അതിനെ ഉപനിഷത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവരെന്ത് ചെയ്യുന്നു? ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകത്തിലുള്ളവർക്കെല്ലാം സുഖം ഭവിക്കട്ടെ. നമ്മളും വാദവരാതെ പറയുന്നുണ്ട് ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അതൊരു കരുണയാണ്. പക്ഷേ ആദ്യമായിട്ട് ഏതൊരു ഋഷിയുടെ വായിൽ നിന്നത് വന്നോ എന്ത് പവിത്രമാണ്. നമുക്ക് ഒരാൾ പറഞ്ഞ മന്ത്രത്തെ ഏറ്റു പറയാൻ നമുക്ക് പറ്റും, പക്ഷെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. പ്രവൃത്തിയെ വെളിയിൽ ശബ്ദമായി വന്നിരിക്കുന്നു. വൈഖരി ശബ്ദമായിട്ട് പ്രവൃത്തിയെ വെളിയിൽ വന്നിരിക്കുന്നു. ഒരു ഋഷിക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും, മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും, വിശ്വാമിത്രൻ. എന്താ വിശ്വാമിത്രൻ പറഞ്ഞാൽ? വിശ്വം മുഴുവൻ അവന് സുഹൃത്താണ്. ജ്ഞാനികളെല്ലാം അങ്ങനെയാണ്.
വിശ്വമേ അവന് സുഹൃത്താണ്. ഒന്നും അവന് കെടുതൽ വരുത്താനിരിക്കുന്നതേ അല്ല. ഭയമേ ഇല്ല അവർക്ക്. നബിഭേതി കഥാചനേതി, ഒരു കാരണവശാലും അവർക്ക് ഭയമില്ല. എന്താ? അവർ അന്യത്തിനെ കാണണില്ല, വിശ്വത്തിനെ മുഴുവൻ എന്നെ പോലെ കാണും, ഞാനായിട്ട് കാണും. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. ചെറിയൊരു അണു തൊട്ട് ബൃഹത്തായതുവരയ്ക്കും ഈശാവാസ്യം, ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ അവർക്ക് ഭയം ഉണ്ടാവും? അമേരിക്കയിൽ നിന്ന് ഒരമ്മ പല സ്ഥലത്തുകൂടെയും ബോട്ട് സർവീസിലൂടെയും നടന്നും ഭാരതത്തിലേക്ക് എത്താൻ വേണ്ടി വന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ല മഴ, വിശ്രമിക്കാനും സ്ഥലമില്ല. റോക്ക് ഫാൾ എന്തോ വീണുകൊണ്ടിരിക്കുന്നു. റോക്ക് ഫാൾ. ഈ അമ്മ എന്ത് ചെയ്തു? ഒരു കാറുകാരൻ, ഒരു ഡ്രൈവർ ഒരു കാറ് അവിടെ പാർക്ക് ചെയ്തിരിക്കണം. ആ ഡ്രൈവറോട് വിളിച്ചു, ഞാൻ കുറച്ചു നേരം ഇന്നത്തെ രാത്രി കാറിൽ വിശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഡ്രൈവർ പറഞ്ഞു ഓക്കെ യു ക്യാൻ പറഞ്ഞു, വിശ്രമിക്കാം. ഈ അമ്മ എന്ത് ചെയ്തു? പിന്നാലെ കയറി ഉറങ്ങി. കാലത്ത് എണീറ്റതും ഈ ഡ്രൈവർ ഫ്രണ്ടിൽ നിന്നിട്ട് തൊഴുതിട്ട് പറയണം, അമ്മ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് അമ്മയുടെ അടുത്ത്, ഈ വന്ന് ഈ സ്ത്രീയുടെ അടുത്ത് എനിക്ക് തെറ്റായിട്ടൊരു കാര്യം, ഒരു നോട്ടമോ ഒരു സംസാരമോ നടത്താൻ പറ്റണില്ല, അതെന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ അമ്മ പറഞ്ഞു, ഞാൻ നിന്നെ ഈശ്വരനായിട്ട് കണ്ടിട്ടാണ് കയറുന്നത്. നിന്റെ ഈശ്വരൻ എനിക്കെങ്ങനെ ദോഷം തരും? ഞാൻ നിന്നെ ഈശ്വരനായിട്ട് കണ്ടു, നിങ്ങളുടെ അനുവാദം ചോദിച്ചു, നീ ഈശ്വരനായിട്ട് മറുപടി പറഞ്ഞു, ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. ഈശ്വരൻ എനിക്ക് എന്ത് ഹത്യ ചെയ്യാതെ? ഇതാണ് ഈശാവാസ്യം ഇതം സർവ. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ട്രസ്റ്റ്. ഈ ഉറപ്പ് നമുക്ക് ഇല്ലയോ ഭയം വന്നുകൊണ്ടിരിക്കും. ഭയം ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഭയം വരണം നമുക്ക്. ഈ ഭയത്തിൽ നിന്നുള്ള നിവൃത്തിയാണ് നിർവാണം. ഭയത്തിൽ നിന്ന് ആരും നിവർത്തമാവണോ, അപ്പോഴാണ് വാസ്തവത്തിലെ നിർവാണം നടന്നിരിക്കുന്നത്. ജ്ഞാനികളെല്ലാം നിർവാണമാണ്. അവർക്ക് ഒന്നുമേ ആവശ്യമില്ല. അന്യത് പശ്യതി, അന്യത് ശൃണോതി, അന്യത് വിജാനാതി. അവർ അന്യത്തിനെ കാണണില്ല, അന്യത്തിനെ കേൾക്കണില്ല, അന്യത്തിനെ അറിയണില്ല. നമ്മളോ അന്യത് പശ്യതി, അന്യത് ശൃണോതി, അന്യത് വിജാനാതി. അപ്പോൾ എന്തുണ്ട്? ദുഃഖമുണ്ട്. അന്യത്തിനെ കാണാതിരുന്നാൽ ദുഃഖമില്ല, അന്യത്തിനെ കണ്ടാൽ there is suffering, there is ദുഃഖം, നിറച്ച ദുഃഖം. എല്ലാവരുടെ മുഖവും ദുഃഖമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അന്യത്തിനെ ആശ്രയിച്ചിരിക്കണം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, അനന്യാൻ ചിന്തയന്തോ മാം തേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്തായാം യോഗക്ഷേമം വഹാമ്യം. നിനക്ക് യോഗക്ഷേമമല്ലേ വേണ്ടത്? പിന്നെ എന്തിനാ നീ അന്യത്തിനെ ആശ്രയിക്കുന്നത്? അന്യത്തിന് നിനക്ക് യോഗക്ഷേമമേ ഇല്ല. നിനക്ക് ഒരു കാര്യം കൊണ്ടും അന്യത്തിന് നിനക്ക് ആശ്രയിക്കാനേ സാധ്യമല്ല. അത് വെറും ഹീനാശ്രയമാണ്. നിന്നെ ഹത്യ ചെയ്യും അത്. അപ്പോ നീ എന്നെ ആശ്രയിക്കും. ഞാനാരാ? എന്താ ഭഗവാൻ അർജുനനോട് പറഞ്ഞ ഉപദേശം? ഞാനാരാ? അഹമാത്മാ ഗുഡാകേശ, ഞാൻ ആത്മാവാണ്. എൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപമായിട്ട് ഞാൻ ഇരിക്കുന്നു. പിന്നെ എന്താ കുഴപ്പം? ഈ നിമിഷം നമ്മുടെ കയ്യിൽ ഉണ്ട് നമുക്ക് പറയാൻ ആത്മാവ് മാത്രമേ. ബാക്കിയെല്ലാം പോയി പോകും.
മണിക്കൂർ കഴിഞ്ഞാൽ സത്സംഗം കഴിഞ്ഞ് ഇവരെല്ലാം പോകും. പക്ഷെ വിട്ടുപോകാത്ത ഒന്നാരാ? ആത്മാവ്. അല്ലേ? ആത്മാവ് നമ്മളെ വിട്ടുപോകണേ ഇല്ല. പറഞ്ഞു വിട്ടു നോക്കൂല്ലേ? പോവോ? അറിഞ്ഞ് പോടാ ആത്മാവേ പറഞ്ഞു പോവോ? അതിനെ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് എന്തോ സാധന ചെയ്ത് ജപം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനെ സംസ്കരിച്ച് വേറൊന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. ഉത്പാദ്യതേന ആപ്യതേന സംസ്കാര്യതേന വികാര്യതേന കർത്തൃഭോക്തൃരൂപം വാ. ശങ്കരാചാര്യർ ആത്മാവിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നു. ഉത്പാദ്യതയെ ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യനെ എന്നെ ഉണ്ടാക്കിയെന്നെ പറ്റില്ല. ആപ്യത, അതിനെ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. മനോഗച്ഛതി, അവിടെ മനസ്സില്ല. സംസ്കാര്യത, അതിനെ വേറൊരു വസ്തുവാക്കി മാറ്റാനോ സംസ്കരിക്കാനോ ഇല്ലാതാക്കാനോ പറ്റുമോ? ഹന്യതേ ഹന്യമാനേ ശരീരേ. ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞു ഹന്യതേ, അതിനെ ഹനിക്കാനേ സാധ്യമല്ല, അതിനെ ഇല്ലാതാക്കാനേ സാധ്യമല്ല. ഒരു ശരീരം കൊണ്ടും ആത്മാവിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. വികാര്യത്തെ, അതിനെന്തെങ്കിലും വികാരങ്ങളുണ്ടോ? ഇല്ല. കർത്തൃഭോക്തൃരൂപം വാ, അവിടെ കർത്താവുമില്ല ഭോക്താവുമില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആത്മാവിനെ കിട്ടോ? കർമ്മം എന്ന പ്ലെയിനിലെ ആത്മാവില്ല. ടു ഡു ദർ ഇസ് നത്തിങ്. അല്ലേ? ഒന്നുമില്ല. ചെയ്യണമെങ്കിൽ അവിടെ ആത്മാവൊന്നുമില്ല. ആത്മാവോ എന്താ? നിഷ്കാമ, നിർവികാര. അല്ലേ? ആത്മാവിന് ഒരു വികാരമില്ല. നോ വികാരം. നഹി ജനി മരണം നാസ്തി പുണ്യം ന പാപം. ഇതിന്റെ വ്യാഖ്യാനമാണത്. പുണ്യവുമില്ല, പാപവുമില്ല, കർമ്മവുമില്ല, കർമ്മ വിമൂഢതയില്ല. നിത്യസിദ്ധമായിരിക്കുന്നു ആത്മാവ്. അതിനെ തെളിയിക്കലാണ് നിർമ്മാണം. 6 ശ്ലോകത്തില് നമ്മളുണ്ട്. രണ്ടും പറയാം. ശിവോഹം എന്ന നമ്മളുണ്ട്, മനസ്സ് നമ്മളുണ്ട്. അല്ലേ? അജ്ഞാനിക്ക് ഒരേ അടിക്ക് അജ്ഞാനം മാത്രമാണ് ഉള്ളത്. ജ്ഞാനം എന്തിനും പ്രതിദാനം ചെയ്യണം? ശാന്തിയെ തരണം. ഇടയ്ക്കിടയ്ക്ക് ശാന്തിയില്ലേ? അല്പ ശാന്തിയില്ലേ? മകളെ വിവാഹം കഴിച്ചു വിട്ട ഒരു ശാന്തി പറയണം. കഴിഞ്ഞ കുട്ടി ജനിച്ചില്ല, അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ശാന്തി പോയി. ശാന്തി പോയും വന്നും ഇരിക്കണം. അല്ലേ? ഇതിനിടയില് ശാന്തിയാണോ പോയി വന്നിരിക്കുന്നത്, അതോ ഈ തോട്ട്സ് ആണോ? തോട്ട്സ് പോയി വന്നിരിക്കുന്നു. തോട്ട്സ് വരുമ്പോൾ ശാന്തി പോയി, തോട്ട്സ് പോകുമ്പോൾ ശാന്തി വന്നു. അപ്പോൾ വാട്ട് ഈസ് തോട്ട്സ്? എന്താണ് ഈ തോട്ട്? ചിത്തം, വൃത്തി, അല്ലേ? ഒരു സങ്കല്പം, വികല്പം. എന്താണത്? നോക്കി ആസാമിനെ പിടികിട്ടി മനസ്സ്. ജനകന് ജ്ഞാനം വന്നപ്പോൾ ജനകൻ പറഞ്ഞു പ്രബുദ്ധോഹം ദൃഷ്ടച്ചോരോയമാത്മനഃ. ഞാൻ ഉണർന്നു കഴിഞ്ഞു, ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു അത്രേ. എന്താ കള്ളൻ? മനോനാമ. മനസ്സാണ് ആ കള്ളൻ. ഒരു കള്ളനെ വച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വെളിയിൽ ആത്മാവിനെ തേടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഉള്ളിൽ കള്ളൻ പോലീസ് വേഷം ഇട്ടിട്ട് കള്ളനെ പിടിക്കാൻ പോയാൽ പിടിക്കാൻ പറ്റുമോ? മഹർഷിയുടെ ഉദാഹരണമാണ്. കള്ളൻ പോലീസ് വേഷം കെട്ടിട്ട് കള്ളനെ പിടിക്കാൻ പോയാൽ പറ്റുമോ? ഇല്ല. അവനാണ് കള്ളൻ, അവൻ പോലീസ് വേഷം ഇട്ടിരിക്കുകയാണ്.
ഈ അനുഭൂതി വന്നോട്ട് പറയാൻ പറ്റുമോ? കള്ളനെ തേടവെത്തിയ അവസ്ഥയാണ്. ഈ അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഒരു കള്ളനെ തേടുകൊത്തിയ എങ്ങനെ ഇരിക്കും? ഒരുത്തൻ രാത്രി മോഷ്ടിക്കാമെന്ന് വെച്ചോളൂ, എല്ലാവരും സൈലന്റ് ആയിട്ട് ഉറങ്ങണം. അപ്പൊ അലമാര തുറക്കാൻ പോകും. ഇപ്പൊ അലമാരയൊക്കെ തേട് പണ്ടൊക്കെ കാണുള്ളൂ. ആളുകളുടെ സ്വർണ്ണമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ആയിരിക്കും. കള്ളന്മാർക്ക് സൂചനകളൊക്കെ എന്നെക്കാളും വലിയ കള്ളന്മാരുണ്ട്, അവർക്കറിയാം. അപ്പോ ഒരു തേള് വന്ന കള്ളനെ കുത്തിന്ന് വെച്ചോളൂ, അയാൾക്ക് വിളിക്കാൻ പറ്റുമോ? ഹി കാൺട് എക്സ്പ്രസ്, അല്ലേ? ഇതുപോലെയാണ് ജ്ഞാനം വന്ന വി ഗെറ്റ് സൈലൻസ്. മൗനം, മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം. അതുകൊണ്ടാണ് മഹർഷി പറഞ്ഞത് ഇതുവേ മൗനമേ. വി കാൺട് എക്സ്പ്രസ്. മനസ്സുകൊണ്ട് നമുക്കറിയില്ല, മനസ്സ് മൗനമേ ഇല്ല, അല്ലേ? മനസ്സ് എന്താണ്? ശങ്കരാചാര്യർ തന്നെ പറയുന്നു, സദാ മോഹട്ടവ്യം ചരതി യുവതീനാം കുചകിരൗ നടത്യാശാശാഖാ ഘടതി ഛടദിനേ സ്വൈരമഭിതഃ കപാലിം ഭിക്ഷു മേ ഹൃദയ കപിമത്യന്ത ചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ശിവ ഭവതദീനം കുർവിഭോ. ആ പേപ്പറിൽ നോക്കണ്ട, ശിവാനന്ദ ലഹരിയാണ്. ശിവാനന്ദ ലഹരിയില് ശങ്കരാചാര്യർ പറഞ്ഞു, സദാ മോഹട്ടവ്യം, സദാ മോഹിച്ചുകൊണ്ടേ ഒരു മോഹകനുള്ളിലിരിക്കുന്നു, ഒരു മോഹനകുമാരൻ ഇരിക്കുന്നു. യുവതീനാം കുചകിരോ, ഇങ്ങനെ എല്ലാത്തിനെയും മോഹിച്ചുകൊണ്ടിരിക്കണു, അല്ലേ? ഒരു 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 തരുണൻ തരുണീമണിയെ സക്തനാ നോക്കുന്നു, അല്ലേ? ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, അല്ലേ? ഓരോ തലത്തിലും ഒന്നിലൊന്നില് നമ്മൾ ആസക്തി വന്നുകൊണ്ടേയിരിക്കണു. ഇതാ ആസക്തി പിടിച്ച് നടക്കുന്ന ഒരു ഭ്രാന്ത് പിടിച്ച ഒരു കൊരങ്ങൻ ഉള്ളിലിരിക്കണമെന്ന് പറഞ്ഞു. നടത്യാശാശാക, നടനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താ ആശ, അല്ലേ? ഇത് വേണം, അത് വേണം, അങ്ങനെ ഒന്ന് കണ്ട അത് എൻ്റെ വീട്ടിൽ വേണം, ഇങ്ങനെ ഒരു സ്വാമിയെ കണ്ട ഇത് നമ്മളെ ആശ്രമത്തിൽ വേണം, ഇല്ലേ? ഇങ്ങനെ ഒരു ആശ വന്നുകൊണ്ടേ ഇരിക്കണം നമുക്ക്. സ്വൈരമഭിത, സ്വൈരമേ ഇല്ല. അതുകൊണ്ട് എനിക്ക് സ്വൈരം വേണം ഭഗവാനെ. അങ്ങനെ ഒരു പേരുണ്ട്, എന്താ? ഭിക്ഷാടനമൂർത്തി. തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഭഗവാൻ ഭിക്ഷാടനമൂർത്തിയായിട്ട് ഒരു ദിവസം ഉത്സവത്തിന് വെളിയിലിറങ്ങും. അപ്പൊ പറയണോ, കപാലിം, അല്ലയോ പരമശിവ, ഭിക്ഷുമേ, അങ്ങയുടെ ഭിക്ഷാപാത്രം ഉണ്ടല്ലോ, അല്ലേ? ഒരു ഭിക്ഷക്കാരനൊക്കെ ചില സ്ഥലത്തൊക്കെ പോയാൽ ഭിക്ഷ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു കുരങ്ങനെ കെട്ടി മുമ്പ് നടത്തും, ഇങ്ങനെ, അല്ലേ? ഒരു കുരങ്ങനെ മുമ്പിൽ നടത്തിയിട്ട് ഭിക്ഷ എടുക്കും. കണ്ടിട്ടില്ലേ? നായയെ, കുരങ്ങനെ, കുതിര ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ഭിക്ഷ എടുക്കുന്നത് പോലെ ദാ കപാലിം ഭിക്ഷുമേ ഹൃദയ കപിം അത്യന്ത ചപലം, എന്റെ ഹൃദയമാകുന്ന എന്ത്? കൊരങ്ങൻ, മനസ്സാകുന്ന കൊരങ്ങൻ അത്യന്ത ചപലം, ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കൊരങ്ങനെ എന്ത് ചെയ്യണം? കപാലിം ഭിക്ഷുമേ ഹൃദയ കപിം അത്യന്ത ചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ. നോക്കൂ, ആ കൊരങ്ങനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് ബന്ധിച്ചിട്ട് ഭഗവാനെ ഭവതീനം കുരുവിഭൂ, ഭഗവാനെ ആ ഭക്തിയാവുന്ന കയറുകൊണ്ട് ആ കൊരങ്ങനെ കെട്ടിയിട്ട് നിയന്ത്രിച്ചു കൊണ്ടുള്ള ഭഗവാനെ. എന്തൊരു ആശയം നോക്കും! ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് നമ്മളെ നിയന്ത്രിക്കും, അല്ലേ? മനസ്സിനെ, അല്ലേ? മനോനിഗ്രഹ പലരും പറയുന്നു. മഹർഷി പറഞ്ഞു, ആത്മവിചാരം തന്നെ മനോനിഗ്രഹം. നിങ്ങൾ ശൂലവും ആളൊന്നും എടുത്തൊന്നും പോകണ്ട, ആത്മവിചാരം ചെയ്യൂ, അല്ലേ? 10 പേര് ഇവിടെ വേദന ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഒരാളെ മാത്രം നമ്മൾ
നമ്മൾ ശ്രദ്ധിച്ചു നോക്കും, മറ്റ് 9 പേര് ഡിസപ്പിയർ ആവും അല്ലേ? അയാളുടെ ശബ്ദം മാത്രം നമ്മൾ കേൾക്കും അല്ലേ? ചന്തയിലൊക്കെ പോയി മലക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ കലപില 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 കലപിലാന്ന് കേൾക്കും. ഇതിൽ നമ്മളെ കടക്കാരൻ പറയുന്നത് മാത്രം എങ്ങനെ കേൾക്കണോ? ശ്രദ്ധ അല്ലേ? ശ്രദ്ധ കൊടുക്കണം. അപ്പൊ മറ്റതൊക്കെ നടക്കണോ? വല്ലതും അറിയാൻ പറ്റുന്നുണ്ടോ ആൾക്കാർ പറയണതൊക്കെ? അപ്പോൾ മനസ്സിനെ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. ദാറ്റ് കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ആത്മ, ബ്രഹ്മവിചാരം, ആത്മവിചാരം ചെയ്യൂ. മറ്റതെല്ലാം ഡിസപ്പിയർ ആകും. ഡോണ്ട് ഫൈറ്റ് വിത്ത് ദം. ഇന്ദ്രിയങ്ങളുടെ എതിരെ ഫൈറ്റ് ചെയ്യാൻ പോകരുത്. അത് നമ്മളെക്കാളും പ്രബലമാണ്. കാരണം നമുക്കവിടെ എത്തണമെങ്കിൽ കുറച്ച് പാടാണ്. ഇന്ദ്രിയം എത്തുന്ന അടുത്ത് നമുക്ക് ഈ ശരീരം കൊണ്ട് എത്താൻ പറ്റുമോ? നമ്മളെക്കാളും വളരെ വേഗമാണ്. എത്ര വേഗത്തിൽ നമ്മൾ ഓടണോ അതിന് മുന്നേ ഇത് ഓടിക്കൊണ്ടേയിരിക്കണം. അതിനെ എന്താ പറഞ്ഞത് ഉപനിഷത്ത് പറഞ്ഞത്? ഇന്ദ്രിയാണി ഹയാനാഹു മനഃപ്രഗ്രഹമേവച. ഇന്ദ്രിയം എന്താ? കുതിരകളാണ്. നമ്മളെ ശരീരമാകുന്ന രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരയാണ്. ഇത് ഓടണ പോലെ ഓടിക്കൊണ്ടിരുന്ന അല്ലേ? കുതിരയെ തന്നെ നോക്കിയാൽ ഈ കണ്ണിങ്ങനെ വെച്ചിരിക്കും. എന്താ? സ്ട്രൈറ്റ് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഭഗവാനാകുന്ന 2 തട അങ്ങോട്ട് വച്ചു കൊടുത്താൽ ഇത് സ്ട്രൈറ്റ് പാതയിൽ പൊയ്ക്കോളും അല്ലേ? ആ തട നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ? കണ്ണു വഴി എന്തോ കാണണോ, കാത് വഴി എന്തൊക്കെ കേൾക്കണോ, മൂക്ക് വഴി മണക്കണോ, നാക്ക് വഴി രുചിക്കണോ. 5 കള്ളന്മാരാണ്. 5 കള്ളന്മാരാണ്. ഇതിനെ വച്ചിട്ടാ നമ്മളെ യാത്ര. അതിനൊരു തലവനുമുണ്ട്, മനസ്സ്. അപ്പോ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാൻ മനസ്സ് അല്ല, നാഹം മനഃ. ഈ മനസ്സ് ഞാനാണോ? ഈ മനസ്സ് പറയണത് ഞാൻ എന്തിനാ കേൾക്കണത് അല്ലേ? ഏതോ ഒരു ആസാമി ഇവിടെ നിന്ന് പ്രസംഗിക്കണത് അതുപോലും കേൾക്കണില്ല. പിന്നെ എന്തിനാ ഈ മനസ്സ് പറയണത് കേൾക്കണത് അല്ലേ? ഒരു ഗുരുനാഥൻ ഒരു മന്ത്രം എടുത്ത് ജപിക്കാൻ പറയണോ അതുകൂടെ കേൾക്കണില്ല. ഏതോ ഒരു ഇല്ലാത്ത ആസാമി മനസ്സ് പറയണതൊക്കെ കേട്ടോണ്ടിരിക്കുന്നു അല്ലേ? ഗുരു പറഞ്ഞാൽ കൂടെ കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? മനസ്സ് അല്ലേ? അത് ജ്ഞാനമാകുന്ന രത്നത്തിനെ അപഹരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ശങ്കരാചാര്യൻ പറഞ്ഞു, തസ്മാത് ജാഗ്രത ജാഗ്രത. ഉണർന്നിരിക്കും, ഉണർന്നിരിക്കും. ഈ കള്ളൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ്, സ്വാമി വിവേകാനന്ദനെ പറഞ്ഞു, ദാറ്റ് ഈസ് എ ഡ്രങ്കൺ മങ്കി. നല്ല മദ്യപിച്ച ഒരു കുരങ്ങനെ എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? ഇനി മദ്യപാനം കൂടെ ആയ കുരങ്ങനാണെങ്കിലോ? നമ്മുടെ നാട്ടിലെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് പിടിച്ചാൽ നിൽക്കണില്ല. അപ്പോ കുരങ്ങൻ മദ്യപിച്ചിരിക്കണോ? മദ്യപിച്ചത് മാത്രമാണോ? പിന്നെന്ത് ചെയ്തു? ഒരു തേളും കൂടെ കടിച്ചു. ആശയാകുന്ന ഒരു തേള് കടിച്ചു. മോഹമാവുന്ന മദ്യം പാനം ചെയ്തു. പിന്നെ എന്ത് പിടിച്ചു എന്നറിയാമോ? ഭ്രാന്തും കൂടെ പിടിച്ചു. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രേതബാധ കയറി. നോക്കൂ, ഇതുപോലെയാണ് നമ്മുടെ കുരങ്ങനെന്ന്, നമ്മളെ മനസ്സെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഒരു മദ്യപിച്ച കുരങ്ങൻ തേള് പിടിച്ചിരിക്കണു. പിന്നെന്ത് ചെയ്തിരിക്കണോ? അതില് ഒരു പ്രേതം കൂടെ കയറി ഇരിക്കണം. നല്ല കഥയായില്ലേ? ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ ഒഴിപ്പിക്കണം. ഏതെങ്കിലും മന്ത്രവാദി എന്തെങ്കിലുമൊക്കെ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കണം, ഈ മനസ്സിനൊന്ന് ഒഴിപ്പിച്ച് തരുമോ മന്ത്രവാദി? എത്ര വേണോ പൈസ തരാം. ആളുകൾക്ക് പൈസ ഇല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഭിക്ഷ എടുത്തിട്ടെങ്കിലും തരാം. നടക്കുമോ അല്ലേ? ഇത്ര വലിയ മന്ത്രവാദിയാണെങ്കിൽ ഈ മനസ്സിനൊന്ന് ആവാഹിച്ചു തരും അല്ലേ? പറ്റില്ല. അപ്പോ മനസ്സ് ഞാനല്ല. മനസ്സ് ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ് വിത്ത് ബുദ്ധി. ബുദ്ധിം തുസാരഥിം വിദ്ധി അല്ലേ? ഉപനിഷത്ത് പറഞ്ഞത് എന്താ?
ബുദ്ധി സാരഥിയാണ്. ഭഗവത്ഗീതയിൽ ആരാ സാരഥി? ഭഗവാൻ. അതുകൊണ്ട് അർജുനൻ എന്ത് ജയിച്ചു അല്ലേ? ഭഗവത്ഗീത മഹാഭാരത യുദ്ധത്തിലെ സാരഥി അർജുനനാണ്, കൃഷ്ണനായതുകൊണ്ട് അർജുനൻ എന്നൊരു ജീവൻ വിജയത്തിലേക്ക് പോയി. അപ്പുറത്തെ ഭാഗത്ത് നോക്കൂ, സാരഥി ആരാ? പേര് കേട്ടാലേ നമുക്ക് മനസ്സിലാവും എന്താ പ്രവൃത്തി. ശല്യം. ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ശല്യം. അയാൾ എന്താ പറയണത്? കർണൻ നല്ല വീര്യത്തില് ഈ തേരോട്ടിച്ച് യുദ്ധം നടത്താൻ നിൽക്കുമ്പോൾ പറയും, നീ ഇപ്പൊ തോന്നില്ലല്ലോ, നീ പേടിക്കണോ, നീ ചാവാൻ വേണ്ടിയിട്ടുള്ള കാര്യം, നമ്മൾ അണയാൻ കൂടെ തീ ആളിക്കത്തെന്ന് പറയുന്ന പോലെ നീ തോറ്റു പോകുന്നു. നോക്കൂ, നമ്മളെ ചുറ്റുപാടും എല്ലാം ശല്യരാണുള്ളത്. ആ ശല്യരിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം അല്ലേ? വെളിയിൽ പോയാൽ ശല്യം എന്ന് പറയണില്ലേ നമ്മൾ? എന്താ? ആത്മ സാക്ഷാത്കാരത്തിന് എതിരായി നിൽക്കണം, അവരൊക്കെ ശല്യമാണ്. ഞാൻ പറയണില്ല ഭാര്യ ഭർത്താവ് ശല്യം ചെയ്തുകൊണ്ടിരിക്കണം, ആരോ, അവരൊക്കെ ഇതിന് പ്രതിബന്ധമാണ്. ശല്യമില്ലാതിരുന്ന ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുക. ഭാര്യയ്ക്ക് ഭഗവത്ഗീത പറയാം, ഭർത്താവിന് ഭഗവത്ഗീത പറയാം, എങ്കിൽ കുഴപ്പമില്ല. സിനിമയാണ് കാണണമെങ്കിൽ ശല്യം, എല്ലാം ശല്യരാകും അല്ലേ? അങ്ങോട്ട് ശല്യം ചെയ്യും, ഇങ്ങോട്ട് ശല്യം ചെയ്യും, പിന്നെ മൊത്തത്തിൽ ശല്യമായി അല്ലേ? അപ്പോ ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയായിരിക്കണം. വിവേകം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നല്ല രീതിക്ക് തെളിഞ്ഞ ബുദ്ധി വരണം. അതിനാണ് കുട്ടികളെല്ലാം ഇവിടെ സന്ധ്യാവന്തനം ചെയ്യണം. സന്ധ്യാവന്തനം ചെയ്തുകൊണ്ട് തെളിഞ്ഞ ബുദ്ധി വരുമോ? ഇല്ല. സന്ധ്യാവന്തനം എപ്പോഴൊക്കെ ചെയ്യണം? കാലത്ത് ചെയ്യണം, ഉച്ചയ്ക്ക് ചെയ്യണം, വൈകിട്ട് ചെയ്യണം. ഇതിനിടയിൽ എവിടെ ബുദ്ധിക്ക് സഞ്ചരിക്കാൻ നേരമില്ല. ബുദ്ധിക്ക് സഞ്ചരിക്കാൻ ഒരു നേരമില്ല. അപ്പോഴേക്കും ഭഗവത് നാമം വെച്ചിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കാം. ഒന്ന് തുമ്മ്യ ശിവശിവ ശിവശിവ, ഒന്ന് ചുമച്ച ശിവശിവ ശിവശിവ ശിവശിവ. എപ്പോഴും നേരം. വേറെ കാര്യത്തിനൊന്നും നമുക്ക് നേരമേ ഇല്ല. നമ്മളുണ്ടെന്ന് വിചാരിച്ചിരിക്കും, നേരമേ ഇല്ല. ഭഗവത് ധ്യാനം ചെയ്യുക, ഓരോ നിമിഷവും നമശിവായ നമശിവായ. ഇവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പാചകം ചെയ്യുമ്പം നമശിവായ പറയും. കുളിക്കുമ്പോഴേ, ഇപ്പൊ കുളിക്കുമ്പോ കൂടെ ഉണ്ട് വൈദിക സംസ്കാരത്തില് ആർദ്രം ജ്വലതിജ്യോതിരഹമസ്മി ഗംഗേശ്ച യമുനേശ്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലയസ്മിൻ സന്നിധിം കുരു. പവിത്രമാക്കണം. നമ്മളെന്താ ചെയ്യണത്? ബക്കറ്റ് കോരണു, രൂപ് തേര മസ്താൻ അല്ലേ? അതുപോലെ ഇരിക്കും. നമ്മളെ കൂടെ ഉള്ളവർ തന്നെ ഉണ്ട് അങ്ങനെ. കുളിക്കുമ്പോൾ ഞാൻ ഇത് വികൃതമായ ഭാഷയിൽ ഞാൻ ഒറ്റയ്ക്ക് വല്ല സംസാരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ജപ്പാൻ പാട്ടാണ്. ആളെ ഞാൻ പറയണില്ല, ഒന്നും വലിയ കുഴപ്പമാവും. അപ്പോഴ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എങ്ങനെ വൈദികമായ ശുദ്ധി വരും അല്ലേ? ഇതെല്ലാം നമ്മളെ ബാധിക്കും അല്ലേ? ഒരു ആസിഡ് വീണ മുഖത്ത് ബാധ വരുന്നത് പോലെ ഇതൊക്കെ ആസിഡാണ്. ഭഗവത് നാമമില്ലാത്ത ഒരു ജലമോ ഭഗവത് നാമമില്ലാത്ത ഒരു അന്നമോ, അതുകൊണ്ടാണ് ഭഗവാന് നാമം അന്നമന്നാഥമേ വചഃ. ഏതിലാ? വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു നാമമാണ് അന്നഹ അല്ലേ? അന്നം ഭഗവാന്റെ ഒരു നാമമാണ്. ആ അന്നം എങ്ങനെ ഔഷധമാവും? ഭഗവാനായ അത് ഔഷധമായി അല്ലേ? കൊതുവിനെ വാഞ്ചി വെച്ച് കുത്തിക്കൊണ്ടേയിരിക്കണ്ട നമ്മള്. ഒരു ഷുഗറായോ അല്ലേ? ഒരു കൊതുവിനെ വില കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ ഇത്ര ഉണ്ട് അല്ലേ? ഡെയിലി കുത്താണ്. കൊതു കുത്തി അടിച്ചു കൊല്ലും. നിങ്ങളെ കുത്തണം. ആരോ പറഞ്ഞല്ലോ കൊതു നമ്മളെ കടിക്കണോണ്ട് അടിച്ചു കൊല്ലല്ലേ? നമ്മൾ കുത്തയല്ലേ ഷുഗർ ഉണ്ടോ നോക്കാൻ വേണ്ടി. അടിച്ചു കൊല്ലോ നമ്മളെ
എന്തുകൊണ്ടാ? അത്യന്ത പ്രിയം, നമ്മളോട് പ്രിയം. അപ്പൊ ബുദ്ധി തെളിഞ്ഞിരിക്കണം. അതിന് ബുദ്ധിയിൽ മുഴുവൻ ദളന്തി ശംഭോ ത്വച്ചരിത സരിതഃ പതന്തി ധീകുല്യ സരണിഷു പതന്തി വിജയത. ഭഗവാൻ ബുദ്ധിയാകുന്ന തടത്തിൽ നിറഞ്ഞാൽ, ആ സ്പിരിച്വൽ വാട്ടർ ആയാൽ, ഭഗവാന് ശിവമേ ഒരു ജലമായ ആ ജലത്തിൽ മുങ്ങിയാൽ ബുദ്ധി തെളിഞ്ഞു. പതന്തി വിജയത, വിജയത്തിൽ പോയി പതിക്കും. ഇല്ലാത്തവര് പതന്തി നരകത്തിൽ പോയി പതിച്ചു. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയിൽ ഭഗവാനെ നിറച്ചു വയ്ക്കാൻ നമ്മൾ പതിക്കുകയില്ല. അതിനാണ് തപസ് എന്ന് പറയുന്നത്. സന്ധ്യാവന്തരം, അനുഷ്ഠാനം, ജപം, ഇതിനൊക്കെയാണ് തപസ് എന്ന് പറയുന്നത്. യസ്വാനുഭൂതി അഖിലശ്രുതിസാരമേകം സംസാരദീപം അതിതീർഷതാം തമോത്തം. അത് കുറച്ച് കഷ്ടമാണ്. തപസ് കുറച്ച് കഷ്ടമാണ് അല്ലേ? മല കയറാൻ എളുപ്പമാണ്. നാറാണത്ത് ഭ്രാന്ത എന്ത് ചെയ്യണോ? കല്ലിനെ ഊരുട്ടി 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 മേലേക്ക് കൊണ്ടുപോകണം. എത്രയോ കഷ്ടപ്പാട്. കാലത്തുരുത്തി തുടങ്ങിയ രാത്രി സന്ധ്യ ആവുമ്പോൾ അവിടെ എത്തും. എന്നിട്ട് എന്ത് ചെയ്യണോ? കീഴേക്ക് തള്ളിവിടണം. പതന്തി അല്ലേ? തപസ്സിനെ തിരിച്ചു നോക്കൂ. തപഹ പതഹ, വീഴുന്നു, വീണു. കല്ലിനെടുത്ത് താഴെ ഇടുന്നു. അപ്പൊ അഗ്നിഹോത്രി ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഭ്രാന്തല്ലേ അല്ലേ? നമ്മൾ വേറെ രീതിയിൽ ചെയ്യണത് വേറൊരാൾ വേറെ രീതിയിൽ ചെയ്താൽ നമുക്ക് ഭ്രാന്ത് അല്ലേ? ഒരാള് വൈദിക കർമ്മമായിട്ട് പൂജ ചെയ്തതൊക്കെ ഇരിക്കണം. നമ്മൾ പണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണം. വൈദിക കർമ്മത്തിൽ ചെയ്യണ ആളെ പോയി പറയും, നിനക്ക് ഭ്രാന്തില്ലേ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്? ഇവൻ തിരിച്ചു ചോദിക്കുന്നത് ഇതാണ്, നിനക്ക് ഈ പണം എന്ന് പറഞ്ഞ് ഭ്രാന്തല്ലേ? എല്ലാവർക്കും ഓരോ ഭ്രാന്തുണ്ട് അല്ലേ? ഭ്രാന്തില്ലാതെ ജീവിക്കാനേ സാധ്യമല്ല. ആർക്കെങ്കിലും ഭ്രാന്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. മൂത്താലാണ് കുഴപ്പം. മൂക്കണതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ആവണം, ഹീലാവണം, റെമഡി വേണം, മരുന്ന് വേണം അല്ലേ? മൂത്ത പ്രശ്നമാണ്. അപ്പോ ഭഗവത് നാമത്തെ ഫുൾ ചെയ്യുക, തപസ്. അതിനാണ് തപസ്. തള്ളിയിടുമ്പോൾ ഉള്ള അല്പസുഖം നമുക്ക് വേണ്ട അല്ലേ? നാറാണത്ത് ഭ്രാന്തൻ തള്ളിയിടുന്നു, അല്പസുഖം. പക്ഷെ കേറ്റാൻ ഒരുപാട് പാടുപെട്ടു. ഭ്രാന്തൻ, നിന്നെ ചുമ്മയാണ് ഭ്രാന്തൻ വിളിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാറ വിട്ടണു. ഇത് വീഴുമ്പോൾ ഉള്ള അല്പസുഖത്തിൽ നിന്നിരിക്കണു. ഇതിന് വേണ്ടിയിട്ടാണ് ജീവിതം. നിന്നെ ചുമ്മയാണ് ഭ്രാന്തൻ വിളിക്കുന്നത്. ഇതിനെ എന്നാ ഭ്രാന്താന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും വിളിക്കേണ്ട പേര് ഭ്രാന്താണ് അല്ലേ? കാലത്തിറങ്ങണം, അങ്ങോട്ട് ഓടണം, തളർന്ന് ക്ഷീണിച്ച് വീട്ടിൽ വരണം, കുറച്ചു നേരം സീരിയൽ കണ്ട അശാന്തി അല്ലേ? സീരിയൽ അങ്ങനെ കഴിഞ്ഞാൽ അശാന്തി അല്ലേ? ഇതല്ലേ നടക്കുന്ന വീട്ടിലൊക്കെ? നോക്കൂ, എല്ലാവരും വീണ്ടും പരിശോധിച്ച് നോക്കൂ. ഇങ്ങനെ ഓട്ടം. ആ ഓട്ടത്തിൽ നിന്നുള്ള മുക്തിയാണ് ഭഗവത് നാമത്തെ വെക്കുക. ഓടിക്കല്ലേ, ജീവിക്കാൻ പണം വേണ്ടേ സ്വാമി ചോദിച്ചാൽ വേണം. ഭഗവത് നാമം ജപിക്കൂ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവത് കർമ്മമായിട്ട് ചെയ്യൂ. മഹർഷിയെ പറഞ്ഞിരിക്കണോ? രമണ മഹർഷിയുടെ സദ്ദർശനത്തിന് പറഞ്ഞിരിക്കണോ? ഈശ്വരാർപ്പണം. എന്താ? ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. മനസ്സിനെ ഈശ്വരാർപ്പണമായിട്ട്, കർമ്മത്തിലെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ. അത് തന്നെയാണ് ചിത്തശുദ്ധി. ചിത്തം, മനസ്സ് ശുദ്ധമാവണമെങ്കിൽ കർമ്മത്തിനെല്ലാം നമ്മൾ ഈശ്വരാർപ്പണമാക്കണം. അത് തന്നെയാണ് മനസ്സ് ശുദ്ധി. അത് തന്നെയാണ് മുക്തിക്ക് കാരണമാവുന്നത്. എപ്പോ ചിത്തശുദ്ധിയാ മുക്തി സാധകം. ചിത്തം എപ്പോ ശുദ്ധിയാവുമോ അപ്പൊ മുക്തി ഉണ്ടാവും. എന്തുകൊണ്ട് മുക്തിയില്ല? ചിത്തം ശുദ്ധിയല്ല. അപ്പോ യു ഹാവ് ടു ക്ലീൻസ് യുവർ മൈൻഡ് വിത്ത് നമഃശിവായ ഡിറ്റർജന്റ്.
നമഃശിവായ നമഃശിവായ എന്ന മന്ത്രമാകുന്ന ഡിറ്റർജന്റ് കൊണ്ട് നമ്മുടെ മൈൻഡ് ആകുന്ന, ഞാൻ പറയണില്ല എന്താണെന്ന്, അതിനെ വൃത്തിയാക്കാം. എന്നിട്ട് ഊഹിച്ചോളാം മൈൻഡ് എന്താണ് അല്ലേ. ഡ്രെയിനേജ്. മെഡിറ്റേഷനിൽ ഇരുന്ന് നോക്കൂ, ലോകത്തുള്ള കുപ്പയെല്ലാം ഉള്ളിലൂടെ ഓടിക്കൊണ്ടേയിരിക്കും. കുറേ നേരം കുപ്പ ഓടുമ്പോൾ കണ്ണ് തുറന്നപ്പോൾ ഇത്രയില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയാൽ തൊട്ടടുത്ത ആള് ആനന്ദമായിട്ടിരിക്കുന്നു. നമുക്ക് വിചാരിക്കും എനിക്കൊന്നും ഈ മെഡിറ്റേഷൻ പറഞ്ഞിട്ടില്ല, ഇവർക്കൊക്കെയാണ് ഞാൻ വെറും വിട്ടി എന്ന് പറഞ്ഞാൽ. എന്നാലും ഇരിക്കാന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുമ്പോഴായിരിക്കും ഇപ്പുറത്തിരുന്ന ആള് നോക്കണം. നോക്കുമ്പോൾ ഇയാള് അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട് മെഡിറ്റേഷനെ വിലയിരുത്തും അല്ലേ. എന്താ മെഡിറ്റേഷൻ? തപസ്. മനസ്സശ്ച ഇന്ദ്രിയശ്ച ഏകാഗ്രഹം ഇതി തപഃ. അല്ലാതെ മെഡിറ്റേഷൻ മാറ്റ് വാങ്ങിച്ചുകൊണ്ടോ നല്ല സോങ്സ് ഇട്ടതുകൊണ്ടോ ഒന്നും മെഡിറ്റേഷൻ കിട്ടില്ല. കിട്ടുമോ? മെഡിറ്റേഷൻ കിട്ടിയാലും ആത്മാനുഭവം കിട്ടുമോ? ചിത്തം ശുദ്ധിയാവും, അത്രേ ഉള്ളൂ. ആത്മാനുഭവം നേരത്തെ പറഞ്ഞു കർത്തൃഭോക്തൃരൂപം വാ. അത് കർത്തൃസ്ഥാനത്തില്ല, അത് കർമ്മത്തിന്റെ പ്ലെയിനിലില്ല. വി കനോട്ട് ഡു എനിത്തിങ്. ഒരു മെഡിറ്റേഷൻ ഹാള് വെച്ചോളൂ, മെഡിറ്റേഷനിൽ ആളെ പിടിച്ചിരിക്കുള്ളൂ, ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല. മെഡിറ്റേഷൻ സെക്ഷൻ വച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ചിത്തത്തെ കുറച്ചു നേരം നിർമ്മലമാക്കിയിരിക്കാം, ശാന്തമാക്കി വെക്കുക. ഇതിനാണ് മെഡിറ്റേഷൻ. ഇല്ലാതെ കോഴ്സ് അല്ല അല്ലേ. മെഡിറ്റേഷൻ പോയി പഠിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ പറ്റും? സ്വയമേവ ചിത്തവൃത്തി നിരോധ യോഗ ചിത്തവൃത്തി നിരോധ. യോഗ കൂടെ ഇപ്പൊ എന്താ? ഒരു സാറ് വരുന്നു, പഠിപ്പിക്കണോ, പോകണോ, ഫീസ് കൊടുക്കണോ അല്ലേ? എന്തിനാ? ഫിറ്റാക്കി വെക്കാൻ. അതിനാണോ യോഗ? ശരീരത്തിന് ഫിറ്റാക്കാനാണോ യോഗ? ചിലർ വിചാരം അതാണ്, ശരീരമൊക്കെ നല്ല സ്റ്റിഫായി ഇതാക്കി ഇരിക്കാനാണ് യോഗ, ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി. വാട്ട് ഈസ് ഫ്ലെക്സിബിൾ? യോഗ അതിനാണ്. യോഗ ചിത്തവൃത്തി നിരോധ. ഈ തോട്ട്സിനെ ഇല്ലാതാക്കാനാണ് യോഗ. ഇപ്പൊ യോഗ സാറ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലേ? ശരിയല്ലേ? മുഴുവൻ സർട്ടിഫിക്കറ്റ് ആണ്, എല്ലാം അധ്യാത്മം പോലും സർട്ടിഫിക്കറ്റ്സ് അല്ലേ? ഇതാണ് ചിത്തം. ദാറ്റ് ഈസ് നോട്ട് മീ. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാൻ മനസ്സില്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ ചിത്തമല്ല. ചിത്തം എന്ന് പറഞ്ഞാൽ തോട്ട്സ്. അത് മനസ്സിന്റെ ഒരു പ്രകൃത. മനസ്സ് എന്ന വസ്തു ഇല്ല. മഹർഷിയെ പറഞ്ഞിരിക്കുന്നു, മനതെன்றதில்லையும் தீபர. மனத்தில் உருவை மறவாது சாவ மனமெனை ஒன்றில்லை உன் தீபர മാർഗം നോർക്കുമതിൽ തീപര. മനസ്സെന്നൊരു വസ്തു ഇല്ല. നോക്കൂ, അതിനെ വിചാരം ചെയ്ത് നോക്കൂ. എവിടെന്നാ ഈ തോട്ട്സ് വരണത്? എവിടെന്നാ ഈ ചിത്തവൃത്തി വരണത്? അതിലേക്ക് നമ്മൾ വിചാരം ചെയ്യൂ. ഉള്ളിയെ തൊലിക്കുന്നത് പോലെ എന്നാണ് രാമകൃഷ്ണദേവൻ പറഞ്ഞിരിക്കുന്നത്. ഉള്ളിയെ തൊലിച്ച അകത്ത് വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് അതിന് ഉള്ളി എന്ന് പേര്. അത് അകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊന്നും കഴിക്കാത്തത്. അല്ല, ഉണ്ടായിട്ടേ ഒന്നുമില്ല. അത് കഴിച്ചാൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേ തോട്ട്സിനെ എണ്ണങ്ങളെ മനം യാവിനും ഞാനും. ഞാൻ ആര്? ഞാനെന്നൊരു വസ്തു സ്ഫുരിച്ചുകൊണ്ടേയിരിക്കണല്ലോ അല്ലേ? നമ്മുടെ ഉള്ളില് ഒരു അഹങ്കാര രൂപത്തില് ഞാൻ തലതൂക്കി ആടിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ വിചാരം ചെയ്താൽ എണ്ണമങ്ങളെ മനം യാവിനും ഞാൻ എണ്ണും. ഈ തോട്ട്സിനെ ഞാൻ ഒരു തോട്ടാക്കി വെച്ച് ഉള്ളിലേക്ക് തിരിച്ചാൽ എണ്ണമേ മൂലമാകും തീപര.
ആ തോട്ട്സേ ഇല്ലാതാവും. അത് പോയി ആത്മാവിലെ ലയിക്കും. ഇറ്റ് വിൽ മെർജ് ഇൻടു ദി ആത്മാ. യാനാമനം യനൽ ബുദ്ധി പറ. പിന്നെ എവിടെ പോയി മനസ്സ്? ഉള്ള വസ്തു ഇരിക്കണ്ടേ അല്ലേ? ഉറക്കത്തിൽ ഈ മൈൻഡ് പോയി മെർജ് ആവണം. പിന്നെ ആസാമിയെ കാണാനേ ഇല്ല. സഫറിങ് തന്നുകൊണ്ടിരുന്ന ആളെ കാണാനേ ഇല്ല. എത്ര സഫറിങ് ഉള്ള രാത്രിയും സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ there is no suffering entering into that stage. ഒരു സഫറിങ്ങും ആ സ്റ്റേജിലേക്ക് വരില്ല. വരുന്നുണ്ടോ? ആരെങ്കിലും ദുഃഖമായിട്ട് ഉറങ്ങി, ഞാൻ ഇന്നലെ നല്ല ദുഃഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമോ? ഇല്ല. അപ്പൊ ചിത്തമാണ് ദുഃഖം. ആ ദുഃഖം തരുന്നത് എന്തോ that is not me. നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ. ഞാൻ കണ്ണ് അല്ല, ഞാൻ കാത് അല്ല, ഞാൻ നാക്ക് അല്ല. എന്താ അത്? ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കണം. ഇന്ദ്രിയങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാനാണോ അത്? കണ്ണ് ജ്ഞാനേന്ദ്രിയം അല്ലേ? എല്ലാം കാണണോ? എന്താ കുഴപ്പം? കാണണമെന്നുള്ളതാണ് കുഴപ്പം അല്ലേ? എന്തോന്ന് കാണുമ്പോൾ മനസ്സ് പോയി അതിൽ നിൽക്കണു. ദാറ്റ് ഈസ് ദി പ്രോബ്ലം. ആരെയോ കണ്ട് നമ്മളെ തെറ്റിദ്ധരിക്കണം, പ്രോബ്ലമാണ്. മൃഗങ്ങളെ പോലെ നമ്മളിരിക്കണം. അതഃ സമാനഃ പശുവിഭിഃ പുരുഷാൻ പ്രമാണ പ്രമേയ വ്യവഹാരഃ. മൃഗങ്ങളെ പോലെയാണ് മനുഷ്യർ. എന്താ? നല്ല പുല്ല് കാണിച്ച പശു എന്ത് ചെയ്യും? അടുത്തേക്ക് വരും. ഒരു വടി അങ്ങനെ എടുത്താൽ ഓടും. ഇതുപോലെയാണ് മനുഷ്യർ. വ്യത്യാസമൊന്നുമില്ല. നല്ല സുഖമുള്ളിടത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദുഃഖം വരുന്നിടത്തുനിന്ന് ഓടിക്കൊണ്ടേയിരിക്കും. ജ്ഞാനികൾ ഇതിനെ വിചാരം ചെയ്തിട്ട് വെളിയിൽ എന്തൊക്കെ ഉണ്ടോ അതിന് ദുഃഖമുണ്ടെന്ന് കരുതി ഉള്ളിലെ ആമയെ പോലെ തല ഉള്ളിലിട്ടിരിക്കുന്നു. നമ്മള് ഇപ്പൊ ദുഃഖം, അപ്പുറത്ത് സുഖമുണ്ടാകുമ്പോ അപ്പുറത്ത് സുഖമുണ്ട് അല്ലെ? ഈ ക്ഷേത്രത്തില് വഴിപാടൊക്കെ നടത്തിയപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ശരിയാവുന്നില്ല. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയാൽ കുറച്ച് നല്ല ജ്യോത്സ്യം വന്നിട്ടുണ്ടല്ലോ, അവന് സുഖം എന്നല്ലാതെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അവന് കുറച്ച് ആൾക്കാരെടുത്ത് ഇതൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കാനല്ലാതെ നമുക്ക് എന്തെങ്കിലും സുഖം ഉണ്ടാവും? നമ്മളെ പൈസ എങ്ങനെ അടിച്ചു മാറ്റാം എന്നാണ് ഇരിക്കുന്നത് അല്ലേ? കാരണം നമ്മളെ ചിന്താഗതി അതാണ്. അടുത്തവന്റെ പോക്കറ്റിലെ കാശ് എങ്ങനെ വരാം? ഇത് തന്നെ ഒരു ജ്യോത്സ്യം ചിന്തിക്കണോ? ജ്യോത്സ്യം ചിന്തിക്കുമ്പോൾ ആ കാശ് അങ്ങനെ പോകണം. ആ കാശിനെ പോലെ ഇരിക്കണം നമ്മള്. വാല്യൂ ഉണ്ട്, പക്ഷേ നോട്ട് അറ്റ് ഓൾ അറ്റാച്ച്ഡ് ടു എനിബഡി. പൈസക്ക് വാല്യൂ ഉണ്ട് അല്ലേ? വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പോണത്. പക്ഷെ ആ പൈസ നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇത് അവന്റെ 10 രൂപയാണ്, ഞാൻ അവന്റെ കൂടെ നിൽക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അറ്റാച്ച്ഡ്. അതുപോലെ നമ്മൾ ഇരിക്കണം. കാണുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഓടിയ കുഴപ്പമാണ്. പല ഋഷികളും തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണു തുറന്നാൽ റംഭ ഫിലോത്തമൊക്കെ ഡാൻസ് കളിക്കും. ഇത് കണ്ടിട്ട് ഒരു സന്യാസി ആവാൻ ഇറങ്ങിയ ഒരു ബ്രഹ്മചാരി പറഞ്ഞു, ഞാൻ പോയി തപസ് ചെയ്യാണ്. റംഭ ഫിലോത്തമയൊക്കെ വരുമല്ലോ, നീ തപസ് ചെയ്ത് നിനക്ക് വരെയില്ല അല്ലേ? ചിലര് എന്നാ പിന്നെ തപസ് ചെയ്താൽ ഇതൊക്കെ വരുമോ? എന്നാ നോക്കി തപസ് ചെയ്യാമെന്ന് കരുതി. തപസ് നിജമാണെങ്കിൽ അതിന് പ്രതിബന്ധം മുന്നിൽ വരും. അതിൽ തളരാതിരുന്ന നമ്മൾ വിജയിച്ചു അല്ലേ? നല്ല സത്സംഗം കിട്ടണോ? തൊട്ടപ്പുറത്തെ വീട്ടില് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് ഒരു ഫംഗ്ഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, എന്തോ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓടിയാ പതനം. സത്സംഗമാണ് എനിക്ക് മുഖ്യം. സത്സംഗത്തിലൂടെ ഞാൻ എൻ്റെ സ്വയമേവയുള്ള അധ്യാത്മദീപത്തെ തെളിയിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ ചിന്തിച്ചാൽ we will get തപസ് ശാന്തി. നിജ തപ ഫലാഭ്യാം. എവിടെ വരണം? കേൾക്കണല്ലോ. ശിവാനന്ദ ലഹരി. നിജ തപ ഫലാഭ്യാം. നിജമായിട്ടുള്ള തപസ്സിന്റെ ഫലം അത് കിട്ടും. ഇല്ലെങ്കിൽ നിർവ്യാജാത്മനഃ. നിർവ്യാജം, ആത്മാവ് നിർവ്യാജമാണ്. എന്തിന് നിർവ്യാജം എന്ന് പറഞ്ഞു? വ്യാജം എന്നുണ്ട്, ചുറ്റിലും വ്യാജമുണ്ട്.
അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് കമ്പനീസ് ഇറങ്ങണോ, ചൈന സാധനങ്ങൾ ഇറങ്ങണോ, അല്ലേ? എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആവണോ? നമ്മളിപ്പം ഒറിജിനൽ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഷാപ്പാടുകൂടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അരി കൂടെ ഇപ്പൊ പറയുന്നത്, നിർമ്മലാനന്ദഗിരി സ്വാമി പറയുന്നത് അരി കൂടെ മൈദയാണെന്ന്, മൈദ കൊണ്ട് അരി ഉണ്ടാക്കുന്നത്. ബിരിയാണി അരി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അരിയാണെങ്കിൽ എന്തിനാണ് പരസ്യം എന്നാ ചോദിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് പരസ്യമല്ലോ. ദാഹിക്കുമ്പം പരസ്യം കണ്ടിട്ടാണോ നമ്മൾ പോയി കുടിക്കുന്നത്? ഈ കിണറ്റിലെ പരസ്യമുണ്ട്, നല്ല കിണറാണ്, ഇന്നലെ 3 തവണ പരസ്യത്തിൽ വന്ന കിണറാണ്, ഇത് പോയി കുടിക്കാം തോന്നുന്നു. ദാഹിക്കുമ്പോ അപ്പൊ പോയി സ്പോണ്ടേനിയസ്ലി വി ആർ ഹാവിംഗ് വാട്ടർ, അല്ലേ? അപ്പോ വെളിയിലെല്ലാം വ്യാജമാണ്. ഇങ്ങോട്ട് വിളിക്കുന്നതൊക്കെ വ്യാജമാണ്. നിങ്ങൾ സത്സംഗത്തിൽ വരുമെന്ന് വിളിച്ചാൽ വ്യാജനാണ് അയാൾ. നിങ്ങൾ വന്നോ ഇല്ലയോ, സത്സംഗം നടക്കണം. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു കം ആൻഡ് ലൈറ്റ് യുവർ ലാമ്പ്. നമ്മളുടെ അധ്യാത്മദീപം കൊളുത്തേണ്ടത് നമ്മളെ തന്നെ ആവശ്യമാണ്. അതൊരു ആചാര്യന്റെ ആവശ്യമല്ല, അല്ലേ? ആചാര്യന് 10 പേര് വന്നാ 100 പേര് വന്നാ ഇതേ എഫേർട്ട് എടുക്കേണ്ടി വരും. എന്തിനാ എഫർട്ട് എടുക്കുന്നത്? നിങ്ങളൊക്കെ എഫർട്ട്ലെസ് ആക്കാൻ വേണ്ടിയിട്ട്, കാണുന്നതിന് അന്യത് പശ്യതി, വെളിയിൽ കാണുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കാണുന്നതിനെ എല്ലാം ഈശ്വരനായിട്ട് കണ്ടു നോക്കൂ. ഇതിനാ സന്ധ്യാവന്തരം. അപ്പുറത്ത് നോക്കി പ്രാർത്ഥിക്കുന്നു, ഇപ്പുറത്ത് നോക്കി പ്രാർത്ഥിക്കുന്നു, തൊട്ടടുത്ത വീടെല്ലാം, അല്ലേ? നിത്യസന്ധ്യാവന്തനം, അനുഷ്ഠാനം, ആചാരം ചെയ്യണവരുടെ വീട് മൊത്തം ബന്ധുക്കളൊക്കെ. ബാന്ധവാ ശിവഭക്താച്ച സ്വദേശോ ഭുവനത്രയം. നമ്മളോ തൊഴിലില്ല, ഒന്നുമില്ല. ഇനി പോയി അങ്ങനെ തൊഴുതാലോ അവരെ ശുദ്രം ചെയ്യണമെന്ന് പറയും. ഇത്ര കാലം ഇല്ലാത്ത തൊഴില് ഇന്ന് തൊട്ട് തുടങ്ങിയാലോ അവരെന്തോ ശുദ്രം ചെയ്ത് വച്ചിരിക്കുന്നു. ഇപ്പൊ എന്തോ നോക്കി പ്രാർത്ഥിക്കണം, ഭഗവാനെ ഈ വീടിടിഞ്ഞങ്ങോട് വീഴുവോ, അല്ലേ? തോന്നില്ലേ? പക്ഷേ ആചരണം ഇതാണ് പറയണത്, അനുഷ്ഠാനം ഇതാണ് പറയുന്നത്. സൂര്യനെ കാണുന്നു, എത്ര പേര് കാണുന്നു? പ്രത്യക്ഷ സൂര്യനാരായണ ഡെയിലി വരണം, അല്ലേ? സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ സൂര്യൻ പഠിക്കാനേ ഉള്ളൂ. സയൻസിൽ പഠിക്കണ ഒരു കാര്യം ഫുൾ മൂൺ ഡേ, അല്ലേ? ഇതൊക്കെ ആരും പോയി നോക്കണു? നമ്മളെ സംസ്കാരം നോക്കൂ. ആ പൂർണ്ണ ചന്ദ്രനെ നോക്കി ലളിതാ സഹസ്രനാമം വായിക്കണം. ആര് നോക്കുന്നു? ആർക്കിപ്പോ പൗർണമി അറിയാം? സൂര്യൻ ഉദിക്കുന്നത് പോലും പലർക്കും അറിയില്ല. കാരണം അവരെ എണീക്കുമ്പോൾ 11 മണിയാവും, മോളിൽ നിൽക്കും സൂര്യൻ. ഇത് മോളിൽ നിന്ന് പൊട്ടി വീഴുന്ന എന്തോ ഒരു ബൾബ് എന്നാണ് അവരൊക്കെ വിചാരം. സൂര്യനിൽ ചൂടുണ്ട്, താപമുണ്ട്, അഗ്നിയാണ്, ഒന്നും അറിയില്ല. സൂര്യനെ നിരീക്ഷിക്കാൻ നടക്കുകയാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് സൂര്യൻ. ഒരാൾ പറഞ്ഞു, ഞാൻ സൂര്യനെ, എല്ലാവരും ചന്ദ്രനിലും ഒക്കെ അല്ലേ പോണത്, ഞാൻ സൂര്യനിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ പറഞ്ഞു, ഡേ അവിടെ വലിയ ചൂടാണ്, ഉരുകിപ്പോകും, ഞാൻ രാത്രിയാണ് പോകുന്നത്. രാത്രി സൂര്യനെ പോകാൻ ഇതാണ് അജ്ഞാനം, അല്ലേ? തമഃപ്രകാശ വിരുദ്ധ സ്വഭാവ. ഇരുട്ട് വെളിച്ചം എന്ന് പറയുന്നത് രണ്ടും വിരുദ്ധ സ്വഭാവമാണ്, അല്ലേ? വെളിച്ചം വന്നാൽ there is no more darkness, ഇരുട്ടേ ഇല്ല. എപ്പോ ഇരുട്ട് വരണോ അവിടെ വെളിച്ചമില്ല. എപ്പോ ആത്മാവാകുന്ന അനസ്തമയ സംവിധി കൽപ്പിതസ്യ, അല്ലേ? രാവിലെ ധ്യാനം ചെയ്തപ്പോൾ അനസ്തമയ, ഒരു കാലത്തും അസ്തമിക്കാത്ത സൂര്യൻ ഉള്ളിൽ ഇരിപ്പുണ്ട്. ആ സൂര്യന്റെ പ്രകാശം എപ്പോ സ്പഷ്ടമായിട്ട് വരണോ അപ്പോ there is അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനം ആകുന്ന ആ ഇരുട്ടങ്ങട് മാറുമ്പോൾ പ്രകാശം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറെ കാലം തൊട്ട് ഈ അജ്ഞാനത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, കിണർ ചാടി കിടക്കുന്നത് പോലെയാണ്. പകുതി ചാടിയാലും 3/4 ചാടിയാലും ആളുള്ള തന്നെ, അല്ലേ?
ആളുള്ളിൽ തന്നെ എത്ര ചാടിയാൽ ഇത് പൂർണ്ണമായിട്ട് ചാടുക. അപ്പോൾ ലൈറ്റ് കുറെ കാലം കൊണ്ട് ഇരുട്ടടഞ്ഞ് വർഷക്കണക്കിന് വർഷം ഇരുട്ടടഞ്ഞ് കിടന്ന ഒരു റൂമാണെങ്കിൽ കൂടെ വിളക്ക് എപ്പോ തെളിയണോ ലൈറ്റായി പ്രകാശമാണ് അല്ലേ. 1000 കൊല്ലമായിട്ട് നടന്നൊരു ഇരുട്ടല്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആവാന്ന് വിചാരിച്ചാൽ നടക്കോ? 10 സെക്കൻഡ് വിചാരിച്ചാൽ നടക്കോ? 1 സെക്കൻഡ്, വിത്തിൻ സെക്കൻഡ്സ് അല്ലേ ഇരുട്ട് മാറുന്നു. അതുപോലെ ആത്മാവാകുന്ന അനുഭൂതി, ജ്ഞാനം ഉണർന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അജ്ഞാനം പോകും അല്ലേ. ഇരുട്ടില് കയറില് പാമ്പിനെ കാണും. കയറില് നമ്മൾ നോക്കുമ്പോ ഈ പാമ്പ് എന്ന് വിചാരിച്ച് പേടിക്കണോ? പാമ്പിനെ പോലെ ഭയക്കണോ? വെളിച്ചം വന്നു കഴിഞ്ഞാൽ there is no fear. എന്നാ വെളിച്ചം വരുമ്പോ ഇപ്പൊ പാമ്പിന്റെ വാല് പോയി എന്നാണ് തോന്നുന്നത്. ഇനി പാമ്പിന്റെ പകുതി ഭാഗമുണ്ട് ഇങ്ങനെ തോന്നുമോ? അപ്പോ ഇതിന് ലെവലൊന്നുമില്ല. എപ്പോ ലൈറ്റ് വന്നോ അപ്പോ വെളിച്ചം. ആത്മാവ് എപ്പോ തെളിഞ്ഞോ. ഇരുട്ടിനെ നമ്മൾ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കാണുന്നതിനൊക്കെ ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ആത്മാനുഭൂതി ഇല്ല. ഭയം എപ്പോ ഇല്ലാതാവണോ? യാജ്ഞാവക്രൻ ജനകനെ കണ്ടു പറഞ്ഞു, ജനകം വൈ അഭയപ്രാപ്തോസി. ഭയത്തെ ജയിച്ചു ജനകൻ. ഭയത്തെ ജയിക്കാൻ പറ്റണം, നമുക്ക് ജയിക്കാൻ പറ്റണം. അതിനാണ് ഭഗവാൻ അഭയഹസ്തമായിട്ടിരിക്കുന്നത്. അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തരഃ. ഭഗവാന്റെ കൈ അഭയമാണ്. അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തരഃ. ആ അഭയഹസ്തം നിന്നെ പിടിച്ചു വച്ചിരിക്കും. പ്രഹ്ലാദൻ അല്ലേ എങ്ങനെയിരുന്നു? ഭയമേ ഇല്ല. അതുകൊണ്ട് അഗ്നിയിൽ പിടിച്ചിട്ടു ഒന്നും നശിക്കുന്നില്ല, വെള്ളത്തിൽ പിടിച്ചിട്ടു, കൊക്കയിൽ പിടിച്ചിട്ടു, വാളുകൊണ്ട് കൊല്ലാൻ നോക്കി, പേടിയേ ഇല്ല. എന്തൊക്കെ ആയാലും വാളെടുത്ത് അങ്ങോട്ട് വീശിയ വെട്ടാൻ പറ്റണില്ല. അത്ര ഹിരണ്യകശിപുവിന് വെട്ടാൻ പറ്റണില്ല. ചോദിച്ചു, എന്ത് ശക്തിയാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചു. അപ്പോ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പ്രഹ്ലാദൻ പറയാണ്, അച്ഛാ, അച്ഛന്റെ കയ്യിലാണ് ശക്തി. അച്ഛൻ ശക്തിയെ പിടിച്ചു വച്ചിരിക്കണു, ഞാൻ ശക്തിയുടെ കയ്യിലാണ്. രണ്ടും വ്യത്യാസമാണ്. ഞാൻ ശക്തിയുടെ കയ്യിലാണ്. ശക്തിക്ക് ഒരു നാളേക്ക് ശക്തി ഇല്ലാതാവോ? എങ്കിൽ പിന്നെ അതിന് ശക്തി എന്ന് പറയാനേ പറ്റുന്നില്ല. ആ പരാശക്തിയുടെ ഒരു ഗ്ലിംസ് ഓഫ് ശക്തിയെ നമുക്ക് ഈ ശരീരത്തിലുള്ളൂ. പരാശക്തിക്ക് ഒരു കാലത്തും ശക്തി ഇല്ലാതാവേയില്ല. ആ പരാശക്തിയാകുന്ന ഭഗവാൻ നമ്മളെ പിടിച്ചു വച്ചിരുന്ന എന്തിനാ ഭയം? അഭയം പ്രതിഷ്ഠാവിത്തതി. പ്രതിഷ്ഠയായി അഭയം. ഭയം പോയി. എവിടേക്കാ ഭയം? ജോലിയിൽ ഭയം. നാട്ടിലെല്ലാവരും വിറപ്പിക്കുന്ന ആളായിരിക്കും, വീട്ടിൽ വന്ന ഭാര്യയെ പേടിക്കും അല്ലേ. പട്ടാളം ഏത് സമയവും തോക്ക് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ വെടിവെച്ചിടുന്നു പറഞ്ഞു. വീട്ടിൽ വന്ന കൊതുവല ഇട്ടിട്ടേ കിടക്കുള്ളൂ. കൊതുവിനെ പേടി. നോക്കൂ, എത്ര വലിയ വീരനാണ്. ചെറിയൊരു കൊതു പേടിയില്ലേ? ഇപ്പൊ സൂയിലൊക്കെ പോയി നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കൂട്ടിലിട്ടേക്കിനെ സിംഹത്തിനെ കാണിക്കും അല്ലേ. മുയൽ, കുറെ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ കാണിക്കും. ഒരു കടുവയെ കാണിക്കും അല്ലേ. മീനിനെ നമ്മൾ വലയിട്ട് പിടിക്കും. കൊതു ഒന്ന് മാത്രമാണ് നമ്മളെ വലയിട്ട് പിടിക്കുന്നത് നോക്കണം അല്ലേ. അപ്പം ചെറിയൊരു ക്രീച്ചർ എത്രയുണ്ട് നമുക്ക് അതിനോടുള്ളത്. ഒരാൾക്ക് തീരുന്ന സാധനം നമ്മളെ വലയ്ക്കാതിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഫാമിലി ആയിട്ട് നോക്കും. മനുഷ്യൻ നമുക്ക് കൂർക്കം കഴിക്കണം. നമുക്ക് എന്തൊക്കെ പറയണം ഇല്ലേ. ഒരു ചെറിയ കൊതുവിനെ ഭയം. ഭയം എല്ലായിടത്തുണ്ട്. പാവം കൊതുവിന് വല്ല അറിയാമോ? വരുന്നു ഒന്ന് കടിച്ചിട്ട് പോകണം. ഇതിന്റെ
സ്റ്റഡി ചെയ്ത് മല കയറി മേലേക്ക് താഴെ വീഴണം അല്ലേ? എങ്ങനെ നമുക്ക് ഈശാവാസ്യമിതം സർവം എന്ന് പറയാൻ പറ്റും? ഇതുകൊണ്ട് ഭയമിരിക്കും. കൊതുവിനെ പേടി, എല്ലാത്തിനും പേടി. എന്താ കൂടുതൽ അറിഞ്ഞു? പാവം കൊതുവൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ നഴ്സായിരിക്കും. അതതിന്റെ കർമ്മവാസന വിടാതെ എല്ലാവരും കുത്തി സാമ്പിൾ എടുത്തോണ്ടിരിക്കണം. നമ്മൾ അടിച്ച് കൊന്നോണ്ടേയിരിക്കണം അല്ലേ? പൂർവജന്മവാസനയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർവജന്മത്തിൽ നാമം ജപിച്ചതിന്റെ ഫലമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം മുക്തന്മാരാണ്, ഇല്ലെങ്കിൽ നാളെ മുക്തി തേടി പോവേണ്ടവരാണ്. നമ്മളെല്ലാം ആത്മഭൂതമാണ് അല്ലേ? ബാക്കി ഇപ്പൊ നോക്കൂ, ഈ സമയത്ത് രാവിലെ 6 മണിയായ കുറി തൊട്ട് പൂജ ചെയ്ത് മല തുറക്കുകയാണ് ആൾക്കാർ, പെരിച്ചാലി. പൂർവ്വജന്മത്തിലെ പെരിച്ചാലികൾ ഈ ജന്മം മല തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? തമിഴ്നാട്ടിലൊക്കെ പോയാൽ 1 മാസം കഴിഞ്ഞ് പോയാൽ ഒരു മലയുണ്ടാവില്ല. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചിത്തവൃത്തിയാണ്. കാണുന്നത്, കേൾക്കണത്, രുചിക്കണത്, മണക്കണത്, ഇതൊന്നും ഞാനേ അല്ല. ഇതെല്ലാം വിരുദ്ധ സ്വഭാവമാണ്, വിരുദ്ധമാണ്. എന്നിൽ അതൊന്നും ഇല്ല. നജവ്യോമ ഭൂമി ന തേജോ ന വായു. ഞാൻ ആകാശമല്ല, ഞാൻ പഞ്ചഭൂതങ്ങളൊന്നും തന്നെയല്ല. ആണോ? ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ്. നോക്കൂ, സ്പേസ് ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടോ? സ്പേസ് ഇല്ലാത്തൊരു സ്പേസ് വി കനോട്ട് ഇമാജിൻ അല്ലേ? ഉണ്ടോ? ഈ ഫോൺ വെക്കണമെങ്കിൽ ഒരു സ്പേസ് വേണം, ഫയൽ വെക്കണമെങ്കിൽ സ്പേസ് വേണം, മൈക്ക്, ഞാൻ ഉൾപ്പെടെ എല്ലാം സ്പേസിലിരിക്കണം. യാജ്ഞാവക്രന്റെ സഭയിൽ യാജ്ഞാവക്രൻ പറയണു, സർവം വ്യോമേ പ്രതിഷ്ഠ. എല്ലാം ആകാശത്തില് സ്പേസിലാണ് ഇരിക്കുന്നത്. ശരിയല്ലേ? എല്ലാം സ്പേസിലല്ലേ നിൽക്കുന്നത്? ഭൂമി നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത്, സൂര്യൻ നിൽക്കുന്നത്, ഈ കുട്ടികൾ ഇരിക്കുന്നത്, എല്ലാവരും സ്പേസിലാണ് ഇരിക്കുന്നത്. ഈ സ്പേസിന് അങ്ങോട്ട് തോണ്ടി എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അതുകൊണ്ടല്ലേ ആ തോണ്ടി നമ്മൾ അതിലോട്ട് വയ്ക്കുന്നത്. സ്പേസിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പൊ ഗാർഗി എന്ന് പറഞ്ഞൊരു നമ്മളെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ, ഒരു സ്ത്രീ, കുട്ടിക്കാലത്തെ ആഗ്രഹം എന്താണ്? ഡിഫീറ്റ് ചെയ്യണമെന്ന്. നിർമാത്സര്യം എന്ന് കേട്ടിട്ടുണ്ടോ? മത്സരമില്ലാതിരിക്കുക. പക്ഷെ ഈ കുട്ടിക്ക് എല്ലാം അറിയാം, പക്ഷെ മത്സരം. ആ സ്വാമിയെക്കാളും വലിയ സ്വാമിയാണ്. എന്താണ് മത്സരം? ഈ സ്വാമിയെക്കാളും വലുതായിട്ട് എൻ്റെ പേര് വരണം ഇല്ലേ? ഞാൻ പാരായണം ചെയ്യുന്നത് അത്രയ്ക്ക് പാരായണം അവർ ചെയ്ത വിഷമം, പിന്നെ പാരായണം വരണില്ല. ശരിയല്ലേ? ഈശ്വര അനുഭൂതിയിൽ അസൂയപ്പെട്ടാൽ കുഴപ്പമില്ല. നോക്കൂ, അവന് വന്നല്ലോ, അതിനു വേണ്ടി പ്രയത്നിക്കണം. ആവശ്യമില്ലാത്തത് അല്ലേ? അവിദ്യ. തത്ര ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തോ ജ്യോതിഷം ഇതി അവിദ്യ. 4 വേദം അവിദ്യയാണെന്ന് പറഞ്ഞു. 4 വേദത്തിന് അംഗങ്ങളായിരിക്കണ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇതും അവിദ്യയാണ്. പിന്നെ എന്തിനാ അതിൽ പോയി നമ്മൾ അടികൂടുന്നത്? അത് എന്തിനെ സൂചിപ്പിക്കണോ അതിനെയാണ് വിദ്യ. അപ്പൊ ഈ കുട്ടി ഗാർഗി പോയി യാജ്ഞാവക്രനോട് ചോദിച്ചു, എല്ലാം ആകാശത്തിലാണ് പ്രതിഷ്ഠയായിരിക്കുന്നത്. ആകാശാത് കസ്മിൻ പ്രതിഷ്ഠ. ആകാശം എവിടെയിരിക്കും? ഏതസ്മാദാകാശസംഭൂതഃ ആകാശാത് വായുഃ വായുരഗ്നിഃ അഗ്നേരാപഃ അദ്യഃ പൃഥിവീ പൃഥിവ്യാമോഷധയഃ ഓഷധേഭ്യോ അന്നം അന്നാത് പുരുഷഃ. ആകാശം എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഗാർഗിയുടെ ചോദ്യം എന്താ? ടു ഡിഫീറ്റ് ഗുരു. ഗുരുവിനെ ഇല്ലാതാക്കുക. ഗുരുവിനേക്കാൾ
ഗുരുവിനേക്കാളും മേലെ ഇരിക്കുക. ഇവിടെ മേലെ കീഴേ ഒന്നുമില്ല, അതായിട്ടിരിക്കുക അല്ലേ. ഗുരുവാക്കി മാറ്റണം. പിന്നെ ഗുരുവില്ല ശിഷ്യനുമില്ല എന്ന് പറഞ്ഞു ഇന്നലെ വരെ ചേട്ടാന്ന് വിളിച്ചോണ്ട് ഇടയിൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഭക്തി, ഗുരുഭക്തി. അതില്ലെങ്കിൽ അതൊരു കരുണയാണ്. ഞാൻ ഗുരുവിനൊപ്പമായി, ഇനിയിപ്പോൾ ഗുരു വന്നാൽ എണീക്കേണ്ട ആവശ്യമില്ല, നമസ്കാരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഭക്തി വേണം. അത് ഭക്തിയാണ് അല്ലേ. അല്ലെങ്കിൽ അഹങ്കാരം വന്നു. അഹങ്കാര നാശമാണ് ഗുരുവിന്റെ ലക്ഷണം. ആർക്ക് അഹങ്കാരമില്ലയോ അവൻ ഗുരു. ആർക്ക് അഹങ്കാരമുണ്ടോ അവൻ കുരു അല്ലേ. കുഴിച്ചിട്ട പൊടിക്കും. ചില വളർച്ചയൊക്കെ എത്ര വെട്ടിയാലും, ചില ക്യാൻസറസ് ആയിട്ടുള്ള വളർച്ചയൊക്കെ എത്ര എടുത്ത് കളഞ്ഞാലും വീണ്ടും വളർന്നു. എന്താ അഹങ്കാരം. നമ്മൾ പഠിച്ചതാണ് അതൊക്കെ, നമ്മൾ കാണിച്ചു കൊടുത്ത് പഠിച്ചതാണ്. അപ്പോ ആകാശാത് കസ്മിൻ പ്രതിഷ്ഠ, ആകാശം നിർമ്മിക്കണമെന്ന് ചോദിച്ചപ്പോ ആകാശത്തിനെ ആര് അനുഭവിക്കണോ അവനിരിക്കണോ ആകാശം. Who is experiencing the space, അവിടെ ആകാശം ഇരിക്കുന്നു. ആര് എക്സ്പീരിയൻസ് ചെയ്യണോ ഈ സ്പേസ്? ആര് കാണുന്നു? ഈ ആകാശം, സ്പേസ്. കണ്ണടച്ചാൽ വെളിയിലുള്ള സ്പേസ് എല്ലാം പോയി, പിന്നെ ഉള്ളിൽ ഞാനിരിക്കുന്ന സ്പേസ്. ആ ബോധവും പോയാൽ വേർ ഇസ് ദി സ്പേസ്? ഏകവാനമേ, ഒരേ ഒരു സ്പേസേ ഉള്ളൂ. ദാറ്റ് സ്പേസ് ഈസ് ആത്മ. ആകാശത്തെ ആരനുഭവിക്കണോ, ആകാശക്കേന ദൃഷ്ട, ആരാകാശത്തെ കാണണോ അവന്റെ ഉള്ളിൽ ഒടുങ്ങിപ്പോയി ആകാശം, സ്പേസ്. ഇവിടെ സ്പേസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാള് ചന്ദ്രനിൽ പോയി താമസിക്കാം. ചന്ദ്രനിൽ ഇപ്പോഴും സ്ഥലം വാങ്ങിയാനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് ആൾക്കാർ. വാഞ്ചു എന്നാണ് തോന്നുന്നത്. ഇപ്പൊ എന്തോ ഫ്ലാറ്റൊക്കെ കെട്ടിയിരിക്കുന്നു അല്ലേ. ചന്ദ്രനിലെ കൃഷി നടത്തും. നാളെ നമ്മളെ പോലെ ഒരു ആസാമി ചന്ദ്രനിൽ പോയി പ്രഭാഷണം നടത്തും അല്ലേ. എന്തുകൊണ്ട്? ഫലമില്ലല്ലോ. എന്താ ഫലം? ഇവിടെ കിടക്കുന്നത് പോലെ ചന്ദ്രനിൽ കിടക്കുന്നു. ഫലം ശാന്തിയാണ്. അത് ഇരിക്കുന്നിടത്തിലില്ലെങ്കിൽ എവിടെ പോയാൽ കിട്ടും? മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാനെൻ്റെ വീട്ടിലേ പോണില്ല ഭഗവാനെ. എന്താ വീട്ടിൽ പോകാത്ത? തിരുവണ്ണാമലയിലെ മഹർഷിയുടെ അടുത്ത് വരുമ്പോൾ ഒരു ശാന്തിയുണ്ട്, ഞാൻ ഇനി വീട്ടിലേ പോണില്ല. എന്താ നിന്റെ രാജ്യത്തിന് കുഴപ്പം ചോദിച്ചു. അവിടെ പോയാൽ മുഴുവൻ അശാന്തിയാണ്. അപ്പൊ മഹർഷി പറഞ്ഞു, നീ ഒരു മാസം ഇവിടെ നിൽക്കൂ, ആ അശാന്തി ഇവിടെ വരും. എന്താ നമ്മളെ തൂക്കിയല്ലേ വന്നിരിക്കണത് അല്ലേ? നമ്മളെ തൂക്കിയാണ് വന്നിരിക്കുന്നത്. അതേ നമ്മൾ അവിടെയും ക്രിയേറ്റ് ചെയ്യും. ഇവിടെ സ്ഥലം വാങ്ങിച്ചാൽ അങ്ങനെ ഇരിക്കും, ഇവിടെ കുറച്ച് ആൾക്കാരെ വെച്ച് സത്സംഗം നടത്തി അങ്ങനെ ഇരിക്കും അല്ലേ. പിന്നെ അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടും. ആശ്രമം ഇങ്ങനെയല്ല, പണ്ടിങ്ങനെയല്ല. മഹർഷി ഇരിക്കുമ്പോഴേ ഒരാൾ വന്നു, ആശ്രമത്തിൽ ഇങ്ങനെ കണ്ടോ? ഈ ആചാരമൊന്നും ഇല്ലല്ലോ, ഒരു ആചാരവും ഇല്ലല്ലോ, ഇതാണോ ആശ്രമം ചോദിച്ചപ്പോ മഹർഷിയുടെ കൂടെ ഇരുന്ന കുഞ്ചുസ്വാമിയെ റിപ്ലൈ ചെയ്തു. അതിന് മറുപടി കൊടുക്കാൻ പോയപ്പോൾ മഹർഷി പറഞ്ഞു, ഓയ്. മഹർഷി സാധാരണമായിട്ട് എല്ലാവരും വിളിക്കുന്നത് ഓയ് എന്നാണ്. ഒരു ബഹുമാനത്തിലാണ് വിളിക്കുന്നത്, ഓയ്. അവര് ആശ്രമത്തെയും സ്വാമിയെയും ശരിപ്പണ്ണ വന്നിരിക്കാം. അവർ ആശ്രമത്തിനെയും സ്വാമിയെയും നേരാക്കാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വന്ന വേലയൊക്കെ ആരോഗ്യം പറഞ്ഞു. എന്തിനാ വന്നത്? ആ വേല ചെയ്യാൻ. എന്തിനാ വന്നത്? ഈശ്വര സാക്ഷാത്കാരത്തിന്, ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട്. ആ പണി ചെയ്താൽ പോരെ. ഒരിടത്ത് പോയി സ്റ്റേ ചെയ്താൽ നമുക്ക് ആ പണി കിട്ടേയില്ല. വെളിയിൽ പോയി ഇവിടെ ശരിയില്ല, ഈ പോറ്റി ശരിയല്ല, ഈ സ്വാമി ശരിയല്ല, അവരിങ്ങനെ നടക്കണോ, ഇവരിങ്ങനെ നടക്കണോ, ഇങ്ങനെ കുറിയിട്ട ശരിയാണോ, ഇങ്ങനെ ഹോമം ചെയ്തത് ശരിയാണോ, തെറ്റുകുറ്റങ്ങളിലേ പോയി നമ്മൾ നിൽക്കണോ. എങ്ങനെ നമുക്ക് മുക്തി കിട്ടും? ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നേ നമുക്ക് മുക്തി കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഉള്ളിൽ മുക്തി കിട്ടും? ഒരു സന്യാസിയെ, ഒരു ഗൃഹസ്ഥാശ്രമിയെ, സന്യാസി തുല്യമായിട്ടുള്ള ആചാരമുള്ള ഒരാളെ ഒരു പന്തയം വെച്ചു, കുറെ കുട്ടികളെല്ലാം. ഇയാൾക്ക് ദേഷ്യമേ വരില്ല.
ഇന്ന് ദേഷ്യം വരുത്താം. അപ്പോൾ ഒരാൾക്ക് കാശ് കൊടുത്തു, ഒരു മുസ്ലിം മാന് പൈസ കൊടുത്തിട്ട് കാശ് കൊടുത്തു. കാരണം ഹിന്ദുക്കൾക്കോ വേറെക്കോ പെട്ടെന്ന് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പേടി, ഭയം. ഇപ്പൊ ഈ മുസ്ലിം എന്ത് ചെയ്തു? ഡെയിലി വെറ്റില നോക്കിയിട്ട് ഇയാളുടെ പുറത്ത് പോയി തുപ്പി. ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ പോയി ഗംഗാ സ്നാനം ചെയ്ത് തിരിച്ചു വന്നു. സ്നാനം ചെയ്ത് തിരിച്ചു വന്നു, വീണ്ടും തുപ്പി. അങ്ങനെ 27 തവണ ഇദ്ദേഹം സ്നാനം ചെയ്തു, ഇദ്ദേഹം തുപ്പി, സ്നാനം ചെയ്തു. അവസാനം ഇയാൾക്ക് തന്നെ തോന്നി, ഇത് ദേഷ്യമേ വരില്ല, തുപ്പി തുപ്പി എനിക്ക് ആ കഴിക്കുന്നതല്ലാതെ ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സ്വാമി എന്ന് പറഞ്ഞിട്ട് പോയി കാല് വീണ് മാപ്പാക്കണം സ്വാമി എന്ന് പറഞ്ഞു. എന്തിനാ മാപ്പാക്കണത് എന്ന് ചോദിച്ചു. എന്തിനാ മാപ്പാക്കണത്? അല്ല സ്വാമി, ഞാൻ ഇത്രയും നേരം അറിവില്ലാതെ അങ്ങനെ തുപ്പിക്കൊണ്ടേയിരുന്നു. അപ്പൊ പറഞ്ഞു, അങ്ങൊരു മഹാത്മാവാണ്. തുപ്പിയാണ് പറയാണ്, അങ്ങൊരു മഹാത്മാവാണ്. എന്താണ്? അങ്ങ് കാരണം എനിക്ക് 27 തവണ ഗംഗാ സ്നാനം ചെയ്യാൻ പറ്റും. അങ്ങ് കാരണം എനിക്ക് 27 തവണ ഗംഗാ സ്നാനം ചെയ്യാൻ പറ്റി. അത് അങ്ങൊരു മഹാത്മാവാണ്. എങ്കിലും ഒരു അല്പം കൂടെ ദേഷ്യം തോന്നിയില്ലേ സ്വാമി ചോദിച്ചപ്പോ പറഞ്ഞു, നീ തുപ്പിയ ചളി ആ ഗംഗാ സ്നാനം ചെയ്തപ്പോ പോയി. നിന്നോട് ഞാൻ വൈരാഗ്യമോ ദേഷ്യമോ വെച്ച ആ ചളി ഞാൻ ഏത് ഗംഗയിൽ പോയി ഇല്ലാതാക്കും? അപ്പൊ ആലോചിച്ച് നോക്കൂ, വി ആർ പൊല്യൂട്ടിങ് അവർസെൽസ്. ആ പൊല്യൂഷൻ തരണ വസ്തുവിനെ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് സാധന. ഭഗവത് നാമം കൊണ്ട് റിഫൈൻ ചെയ്തെടുക്കുക. ആ സാധനയ്ക്കാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആകാശത്തെ അനുഭവിക്കുന്നതേ ഞാനാണ്. അതുകൊണ്ട് ആകാശം ഞാനല്ല, ഭൂമി ഞാനല്ല. വിനോദ അല്ലേ? ഇത്രയും പറഞ്ഞപ്പോ എല്ലാം അടങ്ങി. ഭൂമി ഞാനാണോ? അല്ല. തേജോനവായു, ഞാനൊരു പ്രകാശമാണ്. ചിലർ പറയും ഒരു 10 ദിവസം 3 ദിവസം മെഡിറ്റേഷൻ ചെയ്തതേ ഉള്ളൂ. ഒരാൾ പറയാണ് ജ്യോതി തെളിഞ്ഞു. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, മഹർഷിയെ ഞാൻ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാക്ഷാത് അരുണാചലേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ഏതെങ്കിലും ജ്ഞാനികളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കൊരു എക്സ്പ്രഷൻ വരുന്നു വിചാരിക്കും, എന്തോ അത്ഭുതം സംഭവിച്ച പോലെ. ഇതിനു വേണ്ടിയിട്ട് ഈ കൂട്ടർ എന്ന് പറഞ്ഞു ചെന്നിട്ട് അരുണാചലേശ്വരനെ തെളിഞ്ഞു കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ മഹർഷി പറഞ്ഞു, എന്താ അരുണാചലേശ്വരൻ എങ്ക വന്ന് എങ്ക നിന്ന് എങ്ക ഉദിച്ചോ അതുതാ അരുണാചലം. ഒരു രൂപം ഉള്ളിൽ എപ്പ തെളിഞ്ഞോ, ആ രൂപം എത്ര നേരം നിന്നോ, ആ രൂപം എവിടെ പോയി ലയിച്ചോ ആ സ്ഥാനം തന്നെയാണ് അരുണാചലം എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാ ഇതൊക്കെ തെളിയണത്? നമ്മുടെ ഉള്ളില്. നിലനിന്നത് എവിടെയാ? നമ്മുടെ ഉള്ളില്. ലയിക്കണത് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പോ അരുണാചലം ഭൂത്വാ സ്ഥിത്വാ പ്രലീനം ഏതച്ചിത്രം ഹൃദ്യഹമിധ്യാത്മതയാ നിർദ്യസിപ്പോ തേ വദന്തി ഹൃദയം നാമ. അരുണാചലം എന്ന് പറയുന്നത് ഹൃദയമാണ്. അതുകൊണ്ട് അരുണാചലം എന അഹമേ നിனைப்பவர் അഹത്തെ വേരറുപ്പായ അരുണാചലം. അഹങ്കാരത്തിന്റെ വേരറുക്കും. എങ്ങനെ? അരുണാചലം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആ ആത്മാവിനെ ആര് വിചാരം ചെയ്യണോ? അഹങ്കാരം എന്നുള്ളൊരു ആസാമി സ്വയമേവ വെന്തുരുങ്ങി മരിക്കും. അതല്ലേ നമുക്ക് ആവശ്യം? വാസ്തവത്തിൽ അതല്ലേ നമുക്ക് ആവശ്യം? അപ്പോഴാണ് നമുക്ക് ശാന്തി ഉണ്ടാകുന്നത്. എന്തെങ്കിലും പിടിച്ചു വെച്ചാൽ ശാന്തി ഉണ്ടാവില്ല. ഭൂമിയെ പിടിച്ചു വെച്ചാൽ ശാന്തി ഉണ്ടാവുമോ? ഇന്നലെ അവർ വലിയൊരു മല കണ്ടു. ആ മലയിൽ ഒരു 10 സെന്റ് വാങ്ങിച്ചാൽ അവർ ദൃഷ്ടി 10 സെന്റ് ഒരു എനർജി വരും നമുക്ക്. പക്ഷേ ആവശ്യമുള്ളത് ഒരു അമ്മയെ കൂട്ടിയിട്ട് ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്, ഒരു 10 ഏക്കർ സ്ഥലം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ സ്ഥലം കാണിക്കാൻ ഇവിടെ ഇതാണ്, ഇവിടെ പണ്ഡിതായിരുന്നു, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരുന്നു. അപ്പോ ഈ അമ്മ ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെയിട്ട് നടത്തിക്കണത്? എന്റെ കാല് വയ്യാതെന്നാണ് അറിയില്ലേ? എനിക്കിനി ഒരംശം നടക്കാൻ വയ്യ.
അപ്പോ ഈ കുട്ടി പറഞ്ഞു, അമ്മ ഇത് ഞാൻ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞു. എവിടെന്നോ ഇവർക്കൊരു എനർജി വന്നു. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, എൻ്റെ മോൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞപ്പോ പിന്നെ മോന് കാല് കഴിച്ചു പോയി. കാരണം അമ്മ പറയണം, ഇവിടെ കിണർ ഒഴിക്കണം, ഇവിടെ വൃക്ഷം വയ്ക്കണം, ഇവിടെ ഇത് വയ്ക്കണം, ഇവിടെ വീട് വയ്ക്കണം, ഇവിടെ ആശ്രമം വയ്ക്കണം, ഇവിടെ പൂജാമുറി വയ്ക്കണം. നോക്കൂ, എവിടെ നിന്ന് വന്നു ആ എനർജി? എൻ്റേതൊരു ഭാവന വന്നപ്പോൾ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഭഗവാനെ എൻ്റേതൊരു ഭാവന വെച്ച് എനർജൈസ്ഡ് ആയിട്ടിരിക്കണം? ഭഗവാനെ ഒരു എനർജി, ഒരു പ്രാണനായിട്ട് വെച്ചിട്ട് ആ പ്രാണനെ, ആ എനർജിയിൽ നമുക്ക് ഇരുന്നൂടെ? അതിലാണ് എനർജി. ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം. ആത്മാവിലാണ് വീര്യം ഇരിക്കുന്നത്. ആത്മാവിന് ഞാനിപ്പോ പറയായിരുന്നു, ആത്മാവിന്, ബ്രഹ്മത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്, സർവൈവൽ. അല്ലെ, നമുക്ക് നിലനിൽപ്പെന്ന് പറയുമ്പോ ഒരു സംസ്കൃതം പഠിച്ചോ ഇല്ലയോ, ജർമ്മൻ ഭാഷയൊക്കെ പോയി പഠിക്കണില്ലയോ, ഫ്രഞ്ച് ഭാഷ അല്ലേ, മലയാളമേ അറിയില്ല, ഫ്രഞ്ചേ സംസാരിക്കുന്ന വീടുകളുണ്ട് കേരളത്തിൽ. ജനിച്ചത് കേരളത്തില്, ഭഗവാന്റെ മണ്ണില് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ നാട്ടില്, ഭാരതത്തില് മലയാളം അറിയില്ല, സംസ്കൃതം അറിയില്ല, ഫ്രഞ്ച്, ദേ ആർ സ്പീക്കിംഗ് ഫ്രഞ്ച്. സെക്കൻഡ് ലാംഗ്വേജ്. സംസ്കൃതത്തിന് സാറും കാണും, ഈച്ചയും കാണും പഠിക്കാൻ. അതുകൊണ്ടാണ് അവരൊക്കെ മുക്തിയായിട്ട് നടക്കുന്നത്. അല്ലേ, ഈച്ചയും പക്ഷിയൊക്കെ എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അവരൊന്നിനും പോയി അറ്റാച്ച്ഡ് ആകാത്തത്. വിക്സ് വേപ്പറൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാത്തത്. ഏതെങ്കിലും കാക്ക ജലദോഷം കൊണ്ട് നടക്കണ്ടോ? അല്ലേ, നമുക്കൊരു ഹോസ്പിറ്റലില്ല, ഒന്ന് കെട്ടാം. എത്ര കാലം കൊണ്ട് കാക്ക അതേ ചുള്ളി കമ്പുകൊണ്ടാണ് വീട് വയ്ക്കുന്നത് പോലും. ഒരു സിമെന്റ് കൊണ്ട് വെച്ചൂടെ? കുരുവി അതേപോലെയാണ് കെട്ടുന്നത്. നമ്മൾ മാത്രമാണ് സിമെന്റ്, വൈറ്റ് സിമെന്റ്, എന്തൊക്കെയോ പേരിട്ട് ബ്രിക്സ് ഒക്കെ വെച്ച് കൺസ്ട്രക്ട് ചെയ്യണത്. അല്ലേ, മാറിക്കൊണ്ടേയിരിക്കണം മനുഷ്യൻ. ആ ഭൂമി ഞാനല്ല. ആ തേജസ്, ഏതോ ഒരു വെളിച്ചം കണ്ടു എന്ന് പറയുന്നു, ആ വെളിച്ചം ഞാനല്ല. നവായു, ഈ വായു ഞാനാണോ? വായു വന്നാലേ സഫറിങ് ആണ്, അല്ലേ ഉള്ളില്. എന്നാ പിന്നെ ഒരു യോഗ ചെയ്ത് കളയാം. ഇങ്ങനെയാണ് ആൾക്കാർ യോഗയിലോട്ട് തിരിയണത്. ഭഗവാൻ ഈ യോഗം എന്താ പറഞ്ഞിരിക്കുന്നത്? യോഗ ആത്മാ, യോഗ ചിത്തവൃത്തി നിരോധ. പതഞ്ജലി യോഗസൂത്രം അല്ലേ, ആദ്യമേ പറയുന്നു ചിത്തവൃത്തിയെ ഇല്ലാതാക്കണം യോഗ. നമ്മള് ഗ്യാസ് ഇല്ലാതാക്കാൻ പോയാ അല്ലേ, ഇല്ലാത്തതിനെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ പോകുന്നത്. എന്തും ആശ്ചര്യം. അപ്പോ നവായു, വായു വിൽ ഗിവ് യു സഫറിങ്. ഒരേപോലെ ഇരിക്കുമോ? ഇപ്പൊ നല്ല സുഖം, നല്ല തണുത്ത കാറ്റടിച്ചാലോ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? എന്തൊക്കെയോ ചൂട്. നല്ല ചൂടടിച്ചാലോ ഇട്ടതൊക്കെ മാറ്റണം. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പലതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്തു വേണം മാറ്റാം, എന്തു വേണമെങ്കിലും മാറ്റാം. സ്കൂളിലൊക്കെ ടീച്ചർ, ഇൻസ്ട്രക്ടറൊക്കെ മാറിപ്പോയി. ഫീസ് വാങ്ങിക്കണോ, ഒരു സ്ക്രീൻ ഓൺ ചെയ്യണോ, എല്ലാവരും ഇരുന്ന് പഠിക്കണം. ഇപ്പൊ സ്കൂളിലേ പോണ്ട, വീട്ടിലിരുന്ന് പഠിക്കാം. ബ്രഹ്മസൂത്രം നടിച്ചാൽ എല്ലാ കുപ്പയും കിട്ടും ഇന്റർനെറ്റിൽ, അല്ലേ? ഒരു ആചാര്യം വേണ്ട, ഒരു ഗുരു വേണ്ട. ഭക്തിക്ക് എവിടെ പോകും? അനുഭൂതിക്ക് എവിടെ പോകും? ആത്മാവിനെ എങ്ങനെ തെളിയിക്കും? ആത്മാവിനെ എങ്ങനെ വിചാരം ചെയ്യാൻ സാധിക്കില്ലേ? അത് കമ്പ്യൂട്ടർ ചെയ്യുമോ? അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്, അല്ലേ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ അത് പറയും, അല്ലേ? അതിനൊരു ഇതുണ്ട്. നമ്മൾ കാരണം ഇപ്പൊ അതും പഠിച്ചു പോയെന്നാണ്. കമ്പ്യൂട്ടർ ഡെഡായി, അല്ലേ? കമ്പ്യൂട്ടർ എന്ത് പറ്റി? ഡെഡായി പോയി. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് വന്നത്, റഷ്യയിലോ എവിടെയോ ഒരു റോബോട്ട് അതിന് ഈ ജോലി ഭാരം താങ്ങാതെ ആത്മഹത്യ ചെയ്തു.
സത്യമാണ് പറയുന്നത്. നമ്മളെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണത്. നായ്ക്കള് കൂടെ നമ്മളെ കണ്ടാണ് ഈ മണത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഒരു ഫുഡ് വന്നാൽ ഉടൻ പാന്റ് ഷർട്ട് മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അറിയില്ല ആരുമല്ലോ ഉണ്ടോ, മൂടി വെച്ചിരിക്കുന്നോണ്ട്. അപ്പൊ നജവ്യോമ ഭൂമി നജത്തേജോ നവായു ചിതാനന്തരൂപം ശിവോഹം ശിവോഹം. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ അത്രയും പറയുന്നത്. ഇതിനാണ് അധ്യാസവിദ്യ, അനിത്യത്തിനെ പറഞ്ഞു തരിക എന്ന് പറയുന്നത്. ഇതിലൊക്കെ പോയി നിൽക്കും. മനസ്സ് നിത്യം എന്ന് നമ്മൾ പോയി നിൽക്കും, ശരീരം നിത്യം എന്ന് വിചാരിക്കും, പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാം നിത്യം എന്ന് വിചാരിക്കും, പ്രകൃതി നിത്യം എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ ഇത് ആരാണോ ഇതിനെയൊക്കെ അനുഭവിക്കുന്നത് അവനാണ് നിത്യം. ദാറ്റ് ഈസ് ശിവം. ആനന്ദസ്ഫുരത് അനുഭവാഭ്യാം അല്ലേ? ശിവൻ എന്ന് പറയുന്നു അനുഭവമാണ്. ആ അനുഭവം എന്നിലാണുള്ളത്. എക്സ്പീരിയൻസ് വിത്തിൻ മീ. ഞാനേ ഒരു എക്സ്പീരിയൻസ്, ഞാനേ ഇരിക്കണം. ഇരിപ്പേ സ്വരൂപം. വെളിയിലുണ്ടോ എക്സ്പീരിയൻസ്? ആ മരത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻഫാക്ട് ശരീരത്തിന് കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അനുഭവിക്കാൻ പറ്റുമോ ശരീരത്തിന്? ഡീപ് സ്ലീപ്പിൽ എവിടെ പോയി ശരീരം? സുഷുപ്തി നിലയിൽ ശരീരം അവിടെ പോയി. അനുഭവിക്കാതെ സാധ്യമല്ല അല്ലേ? എവിടെ ഉണ്ട്, എവിടെ കിടന്നു? നമ്മളിവിടെ തിരുവണ്ണാമലയിൽ ഒരാൾ വന്നിട്ട് രാത്രി നല്ല ക്ഷീണിച്ച് വണ്ടി ഓടിച്ച ആള് അടുത്ത ദിവസം എണീറ്റപ്പോൾ ഞാൻ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. ഇന്നലെ വരെ കോൺഷ്യസ്ലി ഡ്രൈവിംഗ് ആണ്. ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്ത് തിരുവണ്ണാമലയിൽ വന്ന് ഭഗവാനൊരു നമസ്കാരം ചെയ്ത് ഉറങ്ങിയ ആളാണ്. എണീറ്റപ്പോ എവിടെ കിടന്നു എന്ന് മറന്നുപോയി. എന്താ? ശരീരത്തിൽ അനുഭവമേ ഇല്ല. പക്ഷെ ഞാനുണ്ടെന്ന് മറന്നുപോയോ? എണീറ്റിട്ട് സുഖമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ സുഖമായിട്ട് ഇരിക്കണ ഒരു സമയത്ത് നമുക്ക് അധ്യാസം, അജ്ഞാനം ഇല്ല. എണീറ്റ് കഴിഞ്ഞാൽ that first ignorance is coming, that is mind, I. അതുകൊണ്ടാണ് മലയാളത്തിൽ അയ്യേ എന്ന് പറയുന്നത്. ആ അയ്യത്തോട്ട് ആർക്ക് വന്നോ അയ്യേ എന്ന് പറഞ്ഞോളൂ അല്ലേ? ഞാൻ അഹങ്കരിക്കണോ അയ്യേ എന്ന് പറഞ്ഞോളൂ. ഭഗവാന് മെയ്യേ എന്നാണ് പേര്. മെയ്, സത്യം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ദൂരെയൊന്നുമല്ല ഇരിക്കുന്നത്. യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. ഉള്ളിലിരിക്കണം, ഉള്ളിൽ ഒളിഞ്ഞ് ഗൂഢമായിട്ടിരിക്കണോ അത്. ഞാൻ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാത്തിൻ്റെയും ഓണറായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പ്രാണൻ പോയി ദർശനം ചെയ്യാൻ പോകണോ? കണ്ണ് കാഴ്ച എല്ലാം ഇതിനുള്ളിലേക്ക് പോകണം. അർക്കാനലാതി വെളികൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനും കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്നു ഹരിനാരായണായ. ഉള്ളിലും കണ്ണായിരുന്നൊരു പൊരുളുണ്ട്, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ പല പല ഡിപ്പാർട്ട്മെന്റ് കാണും. ഐ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഹാർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പത്തോളജി, പല ഡിപ്പാർട്ട്മെന്റ് കാണും. അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക്. പക്ഷേ ഓണർ ഡോക്ടർ ഒന്നേ ഉള്ളൂ. കണ്ണ് കാണുന്നത് ഒരിടത്താണ് എത്തിക്കുന്നത്, കാത് കേൾക്കുന്നത് ഒരിടത്താണ് എത്തുന്നത്, മൂക്ക് മണക്കുന്നത് ഒരിടത്താണ് എത്തുന്നത്. പലയിടത്തും എത്തിയ എന്താ കുഴപ്പം? വാ മാത്രം അനങ്ങും, ശബ്ദം പിന്നെ കേൾക്കും. കാരണം ഇത് ഒരുപോലെ പ്രവർത്തിക്കണ്ടേ. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഇതെല്ലാം യോഗം ചെയ്ത് നിൽക്കുന്നു. കേനോപനിഷത്തിൽ ആദ്യം തന്നെ പറയണു, കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതി യുക്തഃ. യുക്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യോഗം എന്നർത്ഥം. ദാറ്റ് ഈസ് യോഗ. എവിടെ പോയി കൂടിച്ചേരണോ ദാറ്റ് ഈസ് യോഗ. പക്ഷെ ഇത് കൂടിച്ചേർന്നിട്ട് വീണ്ടും പോയി അടുത്തതിനെ കളക്ട് ചെയ്യാണ്. ശരിയല്ലേ? ഇവിടുന്ന് പോയി വേറൊന്നിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരണം. കളക്റ്റീവ് നോളേജ് അത് നമ്മുടെ സ്വരൂപത്തിന് വിഘ്നം ഉണ്ടാക്കും.
സ്വരൂപത്തിന് വിഘ്നമുണ്ടാക്കുന്നതൊന്നും ഞാനല്ല. ഞാനെന്താ? ചിത്താനന്ദരൂപം. ചിത്ത്, അറിവേ സ്വരൂപം. ആ അറിവിലാണ് ആനന്ദം. ഞാനില്ലെങ്കിൽ വല്ല ആനന്ദമുണ്ടോ? നിറയെ ഡെവലപ്മെന്റ്സ് ഉണ്ട്. മരിച്ചു, ആശ്വാസമായി, അയ്യോ എന്ന് വിളിക്കാതിരിക്കും. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് റെഡിയാക്കി കൊടുത്താൽ പിന്നെ എനിക്ക് ഈശ്വരൻ വിളിച്ചാൽ ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമോ? കാലം വന്നവിടെ അയ്യോ എന്ന് വിളിക്കും. എടാ, നീ മക്കൾക്ക് റെഡിയാക്കി കൊടുത്തില്ല, പിന്നെ എന്തിനു നീ വിളിക്കണം? പറച്ചിലാണൊക്കെ. ജസ്റ്റ് എസ്കേപ്പിംഗ് ഫ്രം എനിത്തിങ്. വല്ലതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് വിളിക്കണോ? പക്ഷേ we can't escape. യമൻ ഓലൈ വന്നാൽ സൊല്ല ഉത്തരമുണ്ടോ? ഉണ്ടോ? യമന്റെ ഓല വന്നാ പറയാൻ എന്തെങ്കിലും ഉത്തരവുണ്ടോ? എന്നെ പറഞ്ഞാൽ കേൾക്കുമോ? ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. യമൻ കുറച്ചു നേരം എന്റെ സത്സംഗങ്ങൾ കേൾക്കും, എന്നിട്ട് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ യമൻ പറയും പോടതിന്റെ സത്സംഗം. അല്ലേ? സത്സംഗം എന്തിനാണ്? യമനെ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നചികേതസ് എന്ന കുട്ടി ആരെ ധ്യാനിച്ചു? യമനെ ധ്യാനിച്ചു. മരണത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ മരണമില്ലാത്ത പൊരുളിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നാശമുണ്ടെങ്കിൽ നാശമില്ലാത്ത ഒരു പൊരുൾ പിന്നിലിരുന്ന് ഇത് നശിച്ചു എന്ന് പറയാൻ വേണം. ശരീരത്തിന് നാശമുണ്ടെങ്കിൽ ഞാൻ നശിച്ചു എന്നൊരു പൊരുള് അറിയണം. അറിവേ സ്വരൂപം. അതിനെയാണ് ചിത്ത് എന്ന് പറയുന്നത്. വെളിയിലുള്ള അറിവാണ് ചിത്തം. ചിത്തെന്ന് പറഞ്ഞാൽ അറിവേ സ്വരൂപം. ഞാനാണ് ചിത്ത്. ചിത്താനന്ദം, ചിത്തംബരം. അല്ലേ? ചിദംബരം. ചിത്താകുന്ന ആകാശം, ഏകവാനം, ഒരേ ഒരു ആകാശം, പരമേ വ്യോമൻ. ആ ചിത്തില് എന്താണോ പ്രതിഷ്ഠയായിരിക്കുന്നത്, എന്തുണ്ടോ ആ അറിവേ ശിവം. ആ അറിവ് തന്നെയാണ് ശിവം. ഏഷ സർവജ്ഞഃ, ഏഷ സർവേശഃ, ഏഷോന്തര്യാമി. ആ സർവജ്ഞനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ അന്തര്യാമി. അത് തന്നെയാണ് ശിവം. മംഗളമായിട്ട് മനസ്സ് മംഗളമായ ഒന്നിനെ തേടുന്നു, ബുദ്ധി മംഗളമായ ഒന്നിനെ സ്റ്റോർ ചെയ്യണു, ചിത്തം മംഗളമായ ഒന്നിന്റെ പിന്നാലെ ഓടുന്നു, കണ്ണ് മംഗളമായ ഒന്നിനെ തേടുന്നു, കാത് മംഗളമായ ഒന്നിനെ കേൾക്കണു. അല്ലേ? ഭദ്രം കർണേ വിശ്രുയാമദേവാഃ, ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ. കണ്ണ് ഭദ്രത്തിനെ കാണുന്നു, നോക്കണം, പക്ഷെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇതെല്ലാത്തിനെ എടുത്തു മാറ്റിയാൽ എന്ത് അവശേഷിക്കണോ? ദാറ്റ് ഈസ് ശിവം. മംഗളമായ ഒരു പൊരുളിനെ വച്ചിട്ടാണ് മംഗളത്തെ തേടുന്നത്. ഭഗവാൻ രമണ മഹർഷിയിലെടുത്ത് ഒരാൾ പറഞ്ഞു, ഈ അജ്ഞാനികളെയൊക്കെ കണ്ടിട്ട് പറയാണ്, ഗംഗാ കരയിൽ ഇരുന്നിട്ട് ദാഹിക്കണോ എന്ന് പറയുന്നത്. ഗംഗാ കരയിൽ നിന്നിട്ട് ദാഹിക്കണമെന്ന് പറയണത് എന്തൊരു വിഡ്ഢിത്തമാണ് നോക്കൂ. അപ്പോ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, ഗംഗയിൽ കഴുത്തറ്റം വെള്ളത്തിൽ ഇരുന്നിട്ട് ദാഹിക്കണമെന്ന് പറയുന്നു. ഭഗവാന്റെ ടീച്ചിങ് ഒരു വ്യത്യാസമാണ്. മഹർഷി പറഞ്ഞു, അതല്ല പോയി ഗംഗയെ ചൊല്ലുന്നത് ദാഹിക്കരുത്. ഞാനേ ശിവം, ഞാനേ ഗംഗ, എന്നിട്ട് ഞാനേ ദാഹിക്കണമെന്ന് പറഞ്ഞ് വെളിയിൽ പോയാലോ? ദാഹശമനിയാണ് ഞാൻ, ജ്ഞാനമേ ഞാൻ, എന്നിട്ട് ഞാൻ ജ്ഞാനത്തിന് വെളിയിൽ തേടിയാലോ? ഗംഗയെ ദാഹിക്കരുത് ചൊല്ലുന്നത്. നോക്കൂ, ഞാനേ ഗംഗയാണ്. ശിവോഹം, ശിവോഹം. What is that is existing? That is ശിവം. മറ്റതൊക്കെ പോയാലും എന്താണോ നിലനിൽപ്പേ സ്വരൂപമായിട്ടുള്ളത്, മാറ്റാൻ കഴിയാത്തതായിട്ടുള്ളത്, പറഞ്ഞുവിടാൻ പറ്റാത്തതായിട്ടുള്ളത്, ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്, that itself is ശിവ. That അനുഭൂതി is ശിവ.
അതാണ് ഞാൻ. ഇതൊരു ആശ്വാസം അല്ലേ? ഞാൻ ശിവമാണ്, ശുദ്ധ ചൈതന്യമാണ്, ആത്മാവാണ് ഞാൻ. ഐ എം നോട്ട് ദി ബോഡി, ഐ എം നോട്ട് ദി മൈൻഡ്, ഐ എം നോട്ട് ദി ബ്രെയിൻ ഓർ വിസ്ഡം. ഐ എം ദാറ്റ് ഐ ആം. That is Shiva. Inside us, that is Shiva. Only Shiva സ്ഫുരിക്കുന്നു. ശിവന്റെ നടനം നടക്കുന്നു. നടരാജ നൃത്തം. അഹം അഹം ഇതി നൃത്യസി പോഹോ തേ വദന്തി ഹൃദയം നാമ. ഉള്ളിൽ നടനമാടുന്ന ആ ശിവനെ കണ്ട വെളിയിലുള്ള നടനവും രംഭയും വിലോത്തമയൊക്കെ പോവും. ഉള്ളിൽ ഭഗവാന്റെ നടനം കണ്ട പിന്നെ എന്തുണ്ട്? 63 നായന്മാരൊക്കെ ഭ്രമിച്ചുപോയി. യോഗസൂത്രം എഴുതിയ പതഞ്ജലി പറയണോ, ആ ഭഗവാന്റെ നടനം എങ്ങനെയാണ്? യോഗമാണത്രേ അത്. എന്തിനാ ഈ ടെൻഷൻ അല്ലേ? ഗംഗ. എന്തിനാ ഇനി ദാഹം? ഗംഗയ്ക്ക് എന്തിനാ ദാഹം? ഫുൾ ഓഫ് വാട്ടർ, ഉള്ളി ചൈതന്യം. അപ്പോ ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ എനിക്ക് സ്പീഡിൽ പറയാം. കാരണം ഉദ്ദേശിച്ചത് എന്തോ കിട്ടിക്കഴിഞ്ഞു. ഈ മനസ്സില്, ബുദ്ധിയില്, അഹങ്കാരത്തിലാണ് എല്ലാം പ്രതിഷ്ഠയായിരിക്കുന്നത്. ആകാശത്തിലാണ് എല്ലാം പ്രതിഷ്ഠയായിരിക്കുന്നത്. ആ ആകാശമേ എന്നിലാണ് പ്രതിഷ്ഠയായിരിക്കുന്നത് അറിഞ്ഞു. ഞാൻ ശിവമാണെന്ന് അറിഞ്ഞു. ഒരേ ഒരു ശ്ലോകം മതി നമുക്ക് സ്വരൂപജ്ഞാനം കിട്ടാൻ. ഒരു ഗ്രന്ഥം മുഴുവൻ പഠിച്ച് കാണാപ്പാടൊന്നും വേണ്ട അല്ലേ? ഈ ഒരു ശ്ലോകം നമ്മള് മനസ്സിൽ വിചാരം ചെയ്യുക. ഇവിടെ നമ്മുടെ ഇറങ്ങി ഓട്ടോയിൽ കയറിയ എല്ലാം പോകരുത്. ഇതുള്ളിലിരിക്കാം. ഞാൻ ശുദ്ധ ചൈതന്യമാണ് ഇരിക്കാം. തുടർന്ന് ചിരിയൊന്നുമില്ലേ? നമുക്ക് നാളെ കാലത്ത് കാണാം. ഈവനിങ് അധ്യാത്മ സാധന എന്നൊരു ടോപ്പിക്കിൽ സത്സംഗം നടക്കുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് എല്ലാവരും പങ്കെടുക്കാറുണ്ട്. വരിക. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല 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 അരുണാചല ശിവ.